ഇൻസ്റ്റഗ്രാം പേജിൻ്റെ ആ പേര് പോലെ തന്നെ പാൻ ഇന്ത്യൻ രീതിയിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് ആ ലെവലിൽ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന, അതായത് പാൻ ഇന്ത്യൻ രീതിയിൽ തന്നെ വളർന്നുകൊണ്ടിരിക്കുന്ന ടീം, യെസ്, പാൻ ഇന്ത്യൻ ബ്രാഞ്ച് ആണ് ഇന്ന് നമ്മളോടൊപ്പം എത്തിയിരിക്കുന്നത്. ഹേ ഗായ്സ്, ഹലോ, നിതിൻ, ശരത്ത്, അതുപോലെ തന്നെ മുത്തേ, ഗോകുൽ. ഇനിയുണ്ട് ടീമുകൾ അല്ലേ? അഖിൽ GP, സോനു. പാൻ ഇന്ത്യൻ ബ്രാഞ്ച് എന്ന് പറയുന്ന പേര് ആക്ച്വലി അതിൽ നോക്കുമ്പോൾ തന്നെ അഖിൽ GPയുടെ പേര് മെയിനായിട്ട് ഇട്ടിട്ടുണ്ട് അല്ലേ? നിങ്ങൾ രണ്ടും കൂടെയാണോ ഈ പേജ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഏത് വർഷം? 2024. കണ്ണാടി വെച്ചേക്കുന്നു 2024. മാറി ആള് മുഖം മൂടി വെച്ചത് പോലെ പെട്ടെന്ന്. ഇപ്പം ഞാൻ കണ്ട ഒരു കാലം ഉണ്ടായിരുന്നു, അതായത് കണ്ട കാലം എന്ന് പറഞ്ഞാൽ ഒരു 3 മാസം 4 മാസം മുന്നേ. നിതിൻ എന്നാണ് പേര്. അതെ, മാറിയിട്ടില്ല. ഇല്ലില്ല. കുറച്ച് ജാട ഒരു ഫീല് പോലെ അല്ലേ? അങ്ങനെ എല്ലാം ദൈവത്തിന്റെ ക്യാമറ ഓൺ ആക്കുമ്പോ മാത്രമേ ഇതുള്ളൂ എന്ന് തോന്നുന്നു. ഞാൻ പണ്ടെന്നല്ല 3 മാസം മുന്നേ കണ്ട നിതിന്, ശരത്തെ, അന്ന് ശരത്തും ഉണ്ടായിരുന്നു, കേൾക്കണം. അന്ന് 68,000 ഫോളോവേഴ്സ് ആയിരുന്നു. ഇപ്പൊ എന്നെ മണപ്പിച്ചാ പോയത്. മണപ്പിച്ച് ഇപ്പൊ പോയി മോനെ ഗോകുലെ. ഇപ്പൊ എത്രയായി? 7,10,000 ഫോളോവേഴ്സ് ആയി അല്ലേ? വിചാരിച്ചിരുന്നോ ഈ ഒരു ഇത്രയും ഒരു ബൂമിങ്? വിചാരിച്ചിരുന്നു 68 ഇത്രയും ആവുന്നു പെട്ടെന്നാവുമെന്ന് വിചാരിച്ചില്ല. പക്ഷെ എന്നാലും ആവുന്നൊരു വിശ്വാസമൊക്കെ ഉണ്ടായിരുന്നു. ശരിക്കും നിതിൻ ആരാണ് ഈ സംഭവം? അത് നമുക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. ഇപ്പൊ ഞാനൊരു ഇൻട്രോ ചുമ്മാ ഉണ്ടാക്കി അങ്ങ് പറഞ്ഞു, പക്ഷെ അങ്ങനെയാണ് ഇപ്പൊ നിങ്ങളുടെ ലെവല്. കാരണം കേരളത്തിൽ മാത്രമല്ല, വേൾഡ് വൈഡിലെ മലയാളികളെ മൊത്തം ഏറ്റെടുത്തിരിക്കുകയാണ് നിങ്ങളെ മൊത്തത്തിൽ. അത് ഭയങ്കര ഒരു ഭാഗ്യവും രസമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ശരിക്കും നിതിൻ ആരാണ്? പ്രൊഫഷൻ വെച്ച് നോക്കിയാൽ ഞാൻ ഫോട്ടോഗ്രാഫറാണ്. ഇപ്പൊ 2 വർഷമായിട്ട് ബ്രേക്ക് എടുത്തിട്ടാണ് ഇത് സ്റ്റാർട്ട്. സെലിബ്രിറ്റി ഫോട്ടോഗ്രാഫർ എല്ലാവരുടെയും എടുക്കാറുണ്ട്, എല്ലാം ചെയ്യാറുണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെ ഫോട്ടോഗ്രാഫറാണ് ആയിരുന്നു. അഭിനയത്തിന്റെ ഇതൊക്കെ ഉണ്ടായിരുന്നു? അങ്ങനെ ഇല്ലില്ല, സീരിയസ്ലി ഇല്ലില്ല. അഭിനയം തുടങ്ങിയിട്ട് ഇപ്പൊ 2 വർഷം ആവുന്നേ ഉള്ളൂ. 2 വർഷം ആയതേ ഉള്ളൂ. അപ്പൊ പണ്ട് ഇതുപോലെ ഒന്നും ഡിറ്റക്ട് ചെയ്തിട്ടൊന്നുമില്ല? അതായത് ഇങ്ങനെ അഭിനയിക്കാൻ പറ്റുമെന്നോ അങ്ങനെ ഒന്നും തോന്നിയിട്ടൊന്നുമില്ല? ആക്ടിങ്ങിൽ അങ്ങനെ ഞാൻ പിന്നാമ്പുറത്തായിരുന്നു കൂടുതൽ. ഡയറക്ഷനും റൈറ്റിംഗും ആയിരുന്നു കൂടുതൽ. 2014 സമയത്തൊക്കെ ഏഷ്യാനെറ്റിലുണ്ടായിരുന്നു. അവിടെ അവിടെ ഈ സ്ക്രിപ്റ്റ് സഹായിക്കുക കാര്യങ്ങള്, അങ്ങനെ ക്രിയേറ്റീവ് ആയിട്ടുള്ള പരിപാടിയായിരുന്നു. നിതിനും ഞാനും ശരിക്കും സംസാരിച്ചു തുടങ്ങുന്നത് റീസെന്റ് ആയിട്ടാണ്. പക്ഷെ നമ്മൾ തമ്മിലൊരു ബോണ്ട്, ഒരു കണക്ഷൻ എവിടെയൊക്കെ ഉണ്ട് എന്ന് പറയുന്ന സാധനം അല്ലേ? തോന്നുന്നില്ല. അവന്റെ മുഖം കട്ട് ചെയ്തതാണ്. അപ്പോ ചുമ്മാ അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ട്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കോഞ്ഞടിച്ച് എങ്ങനെ പോകുന്ന ആൾക്കാരാണ്. ഭയങ്കര സീരിയസ് ആയിട്ടിരിക്കുന്നു. ഇല്ലില്ല, കുറച്ച് കഴിയുമ്പോൾ ഫ്രീ ആവും അല്ലേ? ഇതിങ്ങനെ പിടിച്ചിരിക്കുന്നതാണോ? അല്ലല്ല, ഫ്രീ ആവും. ഞാൻ പറയുന്നത് ശരത്തിനെ പറ്റിയിട്ടാണ്. പുള്ളി ഫ്രീ ആവൂലല്ലേ? ഇല്ലില്ല, പുള്ളി മനസ്സിലായിരുന്നു. പുള്ളി സ്വന്തമായിട്ട് ഡബ് ചെയ്യുന്നു. പുള്ളി അവസാനം വരെ ഇങ്ങനെ. എനിക്ക് ശരത്തിനെ കാണുമ്പോ യോഗി ബാബുവിനെ ഒക്കെ ഓർമ്മ വരും കേട്ടാ. അങ്ങനെ ഇല്ലല്ല, എനിക്ക് പെട്ടെന്ന് നിങ്ങൾ കുറെ സിനിമകളില് കയ്യടിയൊക്കെ നേരിട്ടുള്ള വ്യക്തിയാണ്. റീസെന്റ് ആയിട്ട് നമ്മുടെ വാഴ 2 ആക്ച്വലി ആദ്യം പെട്ടെന്ന് എനിക്ക് കണ്ട മനസ്സിലായില്ല. പിന്നീട് ആ പൂരപ്പറമ്പ് തിയേറ്റർ ക്ലാപ്പടി അങ്ങ്, അതായത് ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ ഒരു മമ്മൂക്ക, ലാലേട്ടൻ ലെവലിലൊക്കെ രീതിയിൽ. ശരത്തിനെ പറ്റിയിട്ടല്ല ഞാൻ പറയുന്നത് കേട്ടോ, ടെൻഷൻ ആവണ്ട. ഇടയ്ക്ക് മറ്റേ മുകേഷ് ഏതോ ഒരു സിനിമയില് വന്നപ്പോ കയ്യടി കിട്ടിയ പോലെ. അതേത് സിനിമ എന്നൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ വെയിറ്റ് ചെയ്യണോ അതോ നമുക്ക് ഇത് ഫ്ലോയില് പോലെ? അപ്പോ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് അങ്ങനത്തെ രീതിയിലാണ് തിയേറ്ററിൽ വൻ വരവേൽപ്പ് കൊടുത്തതും. ശരിക്കും ശരത്തിനെ കണ്ടപ്പം കയ്യടിച്ച അത് പാൻ ഇന്ത്യൻ ബ്രാഞ്ചിന്റെ ഒരു ഉറപ്പായിട്ട്. പറഞ്ഞോ, എങ്ങനെയാണ് ഈ നിതിനെയൊക്കെ പരിചയപ്പെടുന്നത്? നിതിനെ പരിചയപ്പെടുന്നത് ഒറ്റവാക്കി പറയില്ല, നീളത്തിൽ പറയാൻ പറ്റില്ല. എന്റെ ഫ്രണ്ടാണ് അഖിലിന്റെ ഫ്രണ്ടാണ് നിതിൻ. ഫ്രണ്ടിന്റെ ഫ്രണ്ട് ആവശ്യമില്ലാതായി പോയി. പിന്നെ ഇപ്പൊ തോന്നുന്നു ചുമ്മാ നമ്മളെല്ലാം അങ്ങനെ പറഞ്ഞു. അപ്പം അങ്ങനെ പരിചയപ്പെട്ടു. അപ്പൊ പുള്ളിയായിട്ട് കൊളാബ് ചെയ്ത നല്ല രസമുണ്ട്. പുള്ളിയുടെ താളം, ആ ഒരു കറക്റ്റ് സാധനം, കണ്ണാടി വെച്ചു, വൈബുണ്ട്, നമ്മളെ സെയിം റേഞ്ച് സാധനം. അപ്പൊ നമുക്ക്
പറ്റും നമുക്ക് അങ്ങനെ ഒരു ടീമായി. ശരത്ത് എന്ത് ചെയ്യാണ് ശരി? ഞാൻ ഷെഫാണ്, പ്രൊഫഷണൽ ഷെഫാണ്. അപ്പൊ ഫുഡ് വല്ലതും കൊടുത്താണോ മയക്കിയത്? അങ്ങനെ വല്ലതും ഇല്ല. ഫുള്ള് ഞാൻ അങ്ങനെ പേസ്ട്രിയാണ്, പേസ്ട്രിയാണ്. പേസ്ട്രിയാണ്. ഞാൻ അങ്ങനത്തെ ഇല്ല ഫുഡ് പേസ്ട്രി. പുള്ളി അങ്ങനെ കഴിക്കില്ല മധുരം അധികം. ഞാനങ്ങനെ പുള്ളി കഴിക്കില്ല. സിനിമ കിട്ടി തുടങ്ങിയപ്പോഴാണോ അതോ അല്ല അതിന് മുന്നേ എങ്ങനെ മധുരം കഴിക്കില്ല പുള്ളി. നമ്മുടെ മാന്ത്രിക കൈ വന്നു. പുള്ളിയുടെ ബ്രേസ്ലെറ്റ് കടം ഈ പുള്ളി ഇതിൽ വരുമോ? ഇല്ല, പുള്ളിയുടെ കൈ മാത്രമേ വരുള്ളൂ. സ്വർണ്ണ ബ്രേസ്ലെറ്റ് ഇട്ടിരുന്നു, ഇന്ന് കാണുന്നില്ല. ഇവര് ഈ ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് ഇവരെ അങ്ങോട്ട് ഓരോ സിനിമകളിൽ വിളിക്കാൻ തുടങ്ങി, ഒരുപാട് ആരാധകരാവുന്നു. ഭയങ്കര സംഭവമാണ്. അർജുൻ അശോകൻ വീട്ടിൽ വന്ന് കാണുന്നു, അത് ഭയങ്കര സംഭവം കേട്ടോ. സംഭവം പേജിൽ ആര് മെസ്സേജ് അയച്ചാലും ഞാനിങ്ങനെ നോക്കും. പേജ് മാനേജർ ഉണ്ട്, ഞാനും നോക്കും. മാനേജർ ഉണ്ടോ? എപ്പോഴും ഞാനായിരിക്കില്ല ഹാൻഡിൽ ചെയ്യണേ. അത് 68 7 ലക്ഷത്തിലായിട്ടായ അല്ല, ആദ്യം തൊട്ടേ പേജ് മാനേജർ ഉണ്ട്. ഓക്കെ. അപ്പം ഞാനിങ്ങനെ നോക്കിയപ്പം റീഡ് ആവാത്ത ഒരു മെസ്സേജ് നോക്കിയപ്പോൾ അർജുൻ അശോകന്റെ മെസ്സേജ്. അടിപൊളി. അപ്പോൾ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ എന്തായാലും മറന്നുപോയി. ഹൈ ബ്രോ, നമുക്കൊന്ന് എനിക്കൊന്ന് കാണണം. അടിപൊളിയാണ്, കാണാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ചോദിച്ചു. അപ്പം ഞാൻ ലേറ്റായി പോയി, ഞാൻ കണ്ടത്. അപ്പം ഞാൻ അപ്പോഴും തന്നെ പുള്ളിക്ക് മെസ്സേജ് അയച്ച്, ചേട്ടാ മെസ്സേജ് കണ്ടില്ല, ഇതായിപ്പോയി, സോറി എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു കാണാമല്ലോ എന്ന് പറഞ്ഞ് ഞാൻ നമ്പരൊക്കെ അയച്ചു. റീസെന്റ് ആയിട്ടാണ് അയച്ചത് അതോ ഇപ്പം ഒരാഴ്ച 1.5 ആവുള്ളൂ. അങ്ങനെ പുള്ളി ഇവിടെ തിരുവനന്തപുരത്ത് വന്നു. പിറ്റേ ദിവസം തന്നെ ഇവിടെ ഷൂട്ട് കഴിഞ്ഞിട്ട് തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നു. അപ്പം എന്നെ വിളിച്ചു രാവിലെ. ഞാൻ പറഞ്ഞു വീട്ടിലുണ്ട്, ശരി നമുക്ക് ഇന്ന് കാണാമെന്ന് പറഞ്ഞിട്ട് ഒരു വൈകുന്നേരം ഒരു 7 മണിയൊക്കെ ആയപ്പോൾ പുള്ളി വിളിച്ചു. ഞാൻ പറഞ്ഞു ചേട്ടാ എവിടെയുള്ള അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു വേണ്ട, വീടിൻ്റെ ലൊക്കേഷൻ അയക്കാൻ അങ്ങോട്ട് വരാം. അപ്പം നമ്മൾ പ്രിപ്പയർ ആവാതെയൊക്കെ നിന്നല്ലേ. അപ്പം ഞാൻ അങ്ങോട്ട് പോകാമെന്ന് വീണ്ടും പറഞ്ഞു. പുള്ളി ഒരു വിധത്തിൽ സമ്മതിക്കുന്നില്ല. ഞാൻ ലൊക്കേഷൻ അയച്ചു കൊടുത്ത് അപ്പോഴും തന്നെ വന്നപ്പോൾ നമ്മളെല്ലാ സാധനമൊക്കെ വാരിപ്പിറക്കി ഒതുക്കി വൃത്തിയാക്കി. ഗോകുലിനെ പറ്റി ഗോകുലെ പറഞ്ഞോ. ഗോകുല് എന്തായിരുന്നു? അല്ല, ഗോകുൽ എന്ത് ചെയ്യായിരുന്നു? ഗോകുലിന്റെ ജീവിതം എന്ത് പഠിക്കാൻ? പഠിച്ചു കഴിഞ്ഞില്ല ഇതുവരെ? ഇല്ല. നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും യങ്ങായിട്ടുള്ള ഒരാളാണ് ഗോകുൽ. എങ്ങാ പ്രായം കുറഞ്ഞെന്ന് എന്ന് പുള്ളി അവകാശം. എങ്ങനെ ഇവരെ മീറ്റ് ചെയ്യുന്നത്? ഞാൻ വ്യസന സമേതം ബന്ധുമിത്രാദി സിനിമയില് ചേട്ടനുമായിട്ട് പരിചയപ്പെട്ട്. അപ്പൊ ചേട്ടൻ വിളിച്ചാ വരുന്ന കൂടെ വരുന്ന? അല്ല, ഞാൻ ചോദിച്ചു. എനിക്കിതേ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഞാനിവിടെ വരട്ടാന്ന് ചോദിച്ചു. അങ്ങനെ റീല് ചേട്ടനോട് അങ്ങനെ പുള്ളി കൊണ്ട് എന്നെ പരിചയപ്പെടുത്തി തന്നു. അപ്പോൾ അതാണ് ആള്. ശരിക്കും ഇതേ സിറ്റുവേഷൻ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് അഭിനയം പഠിക്കണം. അങ്ങനെ ഒരു നല്ല ടീമിനോട് നിൽക്കണമെന്നൊരു ആഗ്രഹം. അങ്ങനെ ഞാൻ ക്ലബ് ഓഫ് എമ്മിൽ ഇന്റർവ്യൂവിന് ഇവർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫസ്റ്റ് ഇന്റർവ്യൂ, ജീവിതത്തിൽ ആദ്യ ഇന്റർവ്യൂ കേട്ടോ. അതൊരു ഐശ്വര്യമായി മാറിയില്ലടാ. അത് ഇന്റർവ്യൂവിന് വിളിച്ചിട്ട് ഞാൻ ഇവരോടൊക്കെ വിളിച്ചു പറഞ്ഞപ്പോഴേ ഇവന്മാർ പോയി ഡ്രസ്സൊക്കെ എടുത്ത് ഷൂ ഒക്കെ ഇട്ട് പിന്നീടാണ് റേഡിയോ ഇന്റർവ്യൂ. രണ്ടുപേരും അവരുടെ ജീവിതത്തിൽ ആദ്യ ഇന്റർവ്യൂ ആയിരുന്നു കേട്ടോ അത്. പക്ഷേ നിതിൻ ഇത് പ്രസന്റ് ചെയ്തപ്പോൾ അവരെല്ലാം വെച്ച വീഡിയോ ഇന്റർവ്യൂ ആയിരുന്നു. അങ്ങനെ ഭയങ്കര അന്ന് കുളിക്കാത്തല്ലേ, ഭയങ്കര കുളിച്ചൊരുങ്ങി കുറച്ചങ്ങ് ഇരിക്കട്ടെ. അങ്ങനെ ഇവര് കട്ടയ്ക്ക് വന്നു. അവിടെ വന്ന് ഇവരുടെ കൂടെ എനിക്ക് എന്തെങ്കിലും ഒന്ന് ഒരു ചെറുതായിട്ട് അഭിനയം പഠിക്കാൻ ഞാൻ ചോദിച്ചു നിതിനോട്, വേണമെങ്കിൽ നിതിന് പറ്റൂല അണ്ണാ, ഇത്ര പേരെ ഉള്ളൂ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷെ പുള്ളി ചാൻസ് തന്നു. കാട്ടാക്കട ഭയങ്കരമായിട്ട് ഭയങ്കര വൈറലായ ഒരു സാധനമാണ്, ട്രെൻഡ്. പക്ഷെ അതിനനുസരിച്ച് ഇപ്പൊ കാട്ടാക്കട ട്രെൻഡ് റോങ് ആവുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? പിന്നെ തോന്നി തുടങ്ങി, നമുക്ക് തന്നെ തോന്നി തുടങ്ങി. ഇപ്പം ഈ ഇടയ്ക്ക് തന്നെ ഒരു പെൺകുട്ടി മരിച്ചപ്പോൾ തന്നെ അതിൻ്റെ അടിയിൽ വന്നിട്ട് കമന്റ് ചെയ്ത് നീ കാട്ടാക്കട പെൺകുട്ടിയാ മരിച്ചപ്പോൾ അതിൻ്റെ അടിയിൽ കാട്ടാക്കട എവിടെയെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഞാനത് പിടിച്ച് സ്റ്റോറി ഇട്ടു. മോശം പരിപാടി കാണിക്കരുത്, നമ്മളെ വീട്ടിലൊരാൾക്കാണിങ്ങനെ പറ്റുമെങ്കിൽ അതിൻ്റെ അടിയിൽ പോയി ഇങ്ങനെ കമന്റ് ഇടും. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാനും ആലോചിച്ചു, പിന്നെ അതൊക്കെ നമുക്ക് ഹേറ്റ് ഉണ്ടാക്കി തരുന്നു, അല്ലാതെ നമുക്കൊരു അത് ഒരിക്കലും ചെയ്യരുത്. ഹേറ്റ് ഉണ്ടാക്കണ കേസ് മാത്രമല്ല അല്ലേ. ഈ ഒരാൾ കാറിലെ ഡ്രൈവറാണ്, ശരിക്കും നടന്ന സംഭവമാണ്. നമ്മുടെ ഒരു സുഹൃത്ത് വണ്ടി കയറുന്നു, രണ്ടുപേരും കൂടെ വണ്ടിയിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഡ്രൈവറിൻ്റെ അടുത്ത് പുള്ളി ഭയങ്കര കൂളായിട്ട് പേരെന്താണെന്ന് ചോദിക്കുന്നു. പേര് പറഞ്ഞു. പുള്ളി ഭയങ്കര സീരിയസ് ആവുകയും ചെയ്യുന്നു, മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ പുള്ളി പേരെൻ്റെ ഇതാണ്. അപ്പം ഇഷ്ടപ്പെടാത്ത രീതിയിലാണ് ഉത്തരം പറയുന്നത്. പെട്ടെന്ന് അടുത്ത ചേട്ടാ സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി എന്ന് പറഞ്ഞിട്ട് അങ്ങ് ചേട്ടാ സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി ഇങ്ങനെ വന്നിട്ട് ഞാൻ കാട്ടാക്കടയാണെന്ന് പറഞ്ഞപ്പം ഇവൻ ചിരിച്ചിട്ട് ഇവൻ പറഞ്ഞു, എന്തു പറ്റി ഒരു ഇത് അല്ല അണ്ണാ, പറഞ്ഞ് ആൾക്കാരെന്നെ കളിയാക്കുകയാണെന്ന് പറഞ്ഞു. അങ്ങനത്തെ ലെവലായി. ശരിക്കും ഇത് നടന്നതാണ് ഇതിന്. പുള്ളിക്ക് പേടി പറയാൻ സ്ഥലം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാട്ടാക്കട നിവാസികളോട് നമ്മുടെ ആത്മാർത്ഥമായ
ക്ഷമ ചോദിക്കുന്നു. അല്ലാതെ നമുക്കതിലൊന്നും ചെയ്യാനില്ല ഇനി പ്രത്യേകിച്ച്. അതുപോലെ തന്നെ ഇടയ്ക്ക് വെച്ചൊരു റീലും കണ്ടായിരുന്നു, ഒരാളിങ്ങനെ ട്രോൾ ഇടുന്നതാണ്. അതായത് നിങ്ങളുടെ ക്യാരക്ടേഴ്സിന്റെ മക്കൾ വന്ന് നിങ്ങളോട് സംസാരിക്കുന്ന പോലെ. അതായത് മറ്റേ ഗോപകുമാർ, പട്ടാളത്തിലുള്ള ഗോപകുമാറിന്റെ മോനെന്നും പറഞ്ഞുകൊണ്ട് ഒരാൾ വരുന്നു. നമ്മളറിയില്ലോ അല്ല വെളിയിൽ പുറത്തുനിന്ന് നിങ്ങളെ ട്രോളിക്ക് കൊണ്ടിട്ടത്. അപ്പൊ അങ്ങനെ ആരെങ്കിലും ഒക്കെ വന്നിട്ടുണ്ടോ? നിങ്ങളുടെ ക്യാരക്ടേഴ്സ് ആണെന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ക്യാരക്ടേഴ്സിന്റെ മക്കളാണെന്ന് പറഞ്ഞിട്ടോ അങ്ങനെ ആരും വന്നിട്ടില്ല? ഇല്ല, വന്നിട്ടില്ല. പേരിങ്ങനെ തന്നെയായിരുന്നു ഇതിനെ ആദ്യം ഇടായിരുന്നത്, ഈ പാൻ ഇന്ത്യൻ ബ്രാഞ്ച്. അത് ഞാനും അഖിൽ GP കൂടെ തന്നെ ഇട്ടേ പേര്. വേറെ എന്തെങ്കിലും പേരുകൾ അന്ന് ഇടാൻ വെച്ചിരുന്ന എന്തെങ്കിലും? ഇല്ല, അങ്ങനെ പേരൊന്നും വെച്ചിട്ടില്ല. ആ ബ്രാഞ്ച്, ക്രൈം ബ്രാഞ്ച് പോലെ ബ്രാഞ്ച് വേണമെന്നും എന്തായാലും ഉണ്ടായിരുന്നു. പിന്നെ കോമഡി ബ്രാഞ്ച് ഒന്നും എടുത്തിടാൻ പറ്റൂലല്ലോ. അപ്പം പിന്നെ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും വേണം. ആ സമയത്ത് കരിക്കിന് ട്രെൻഡ് വെച്ചിട്ടല്ലേ ആൾക്കാർ പേരിട്ടിരുന്നത്. അപ്പം നമ്മൾ വിചാരിച്ച അങ്ങനെ ഒരു പേരെന്തായാലും വേണ്ട, ഒരു പുതിയൊരു പേര് കൊണ്ടുവരണം. അപ്പം അങ്ങനെയാണ് നമ്മൾ പാൻ ഇന്ത്യൻ്റെ ഒരു ശാഖ തുടങ്ങാമെന്ന് വിചാരിച്ചത്. അതിൻ്റെ ഒരു ശാഖ ബ്രാഞ്ചാണ് നമ്മൾ. നിങ്ങളുടെ ഒരു സ്റ്റൈലാണ് ആക്ച്വലി ഈ വീഡിയോ ടെയിലെൻഡ് ലാസ്റ്റ് എത്തുമ്പോഴേ തീർന്നാലും നിങ്ങളുടെ ലോഗ കറങ്ങുമ്പോൾ അവിടെ ബാക്ക്ഗ്രൗണ്ടിലൊരു അത് നിങ്ങളുടെ ഒരു അല്ലേ ഒരു വോയിസ് ഓവർ അങ്ങനെ അതാണ് ടെയിലൻ്റ് എന്ന് പറഞ്ഞത്. ഇങ്ങനെ ഒരു ഭയങ്കര എത്രയോ പേര് കാണുന്നില്ലേ നിതിൻ? അപ്പോ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളിനെ എങ്ങനെ ഇല്ല, അതാണ് ഇതിന്റെ അപ്പുറമാണ് ശരിക്കും നടക്കുന്നത്. സംസാരിക്കാതെ ജ്യൂസ് തീർത്തു, സംസാരിക്കാതെ. ഇല്ല, ഞാനല്ല, ശരത്ത് അതത്രയല്ലേ ഉള്ളു. അവിടെ ശബ്ദം ഉണ്ടാക്കാതെ ഷവർമ തൊലിച്ചു. സൗണ്ട് എഞ്ചിനീയറിന്റെ ഷവർമ. ശരത്ത് എന്തെങ്കിലും പറ ശരത്ത്, ഞാൻ കേൾക്കട്ടെ. ശരിക്കും പാൻ ഇന്ത്യൻ ബ്രാഞ്ചിലൂടെയാണോ സിനിമയിലേക്ക് കയറുന്നത് അതോ സിനിമ കണക്ഷൻ നേരത്തെ ഇരിക്കുന്നു കണക്ഷൻ? ഒരു കണക്ഷനും ഇല്ലല്ലേ? കണക്ട് ചെയ്യാറില്ല. ഏത് വീഡിയോ കണ്ടിട്ടാണ് ശരത്തിനെ വിളിക്കുന്നത്? അങ്ങനെ വല്ലതും ചോദിച്ചാ വിപിൻ ചേട്ടൻ്റെ അടുത്ത്? ബസ്സിനെ സമേതം അതിനു പിന്നെ വേറെ ഏതെങ്കിലും വീഡിയോ ഒരു നുണചരിതം വീഡിയോ? അല്ലല്ല, നുണചരിതമല്ല, മരണം. സ്വർണ്ണം വേണ്ടിട്ടാണ് വിളിക്കണം. അത് നീ ഇങ്ങനെ സാരി കൊടുക്കണേ കണ്ടിട്ടാണ് അങ്ങനെ വിളിക്കണം. വിഷയമല്ല, ഒറ്റവാക്കി പറയാൻ അങ്ങോട്ട് പറയടാ. അല്ലാതെ നമുക്ക് വേറെ ബാക്ക്ഗ്രൗണ്ടും ഇല്ല. നമ്മളെ കണ്ട് തന്നെ വിളിക്കണേ. ഇപ്പൊ അങ്ങനെ വിളിച്ച് എത്ര പേരുണ്ട്? ഒരു എക്സ്ക്ലൂസീവ് സാധനം ഉണ്ട്, പറയാമല്ലോ. അത് അടിക്കേസ് പറയാമല്ലോ. ഐ മീൻ സിനിമയുടെ പേര് പറയാമല്ലോ. അതായത് നിതിന്റെ ആദ്യം വിടാം. അത് എന്റെ ഫസ്റ്റ് മൂവി. അതെ, എന്റെ ഫസ്റ്റ് മൂവി. മേളിലോട്ട് പോയി ഞാൻ ഇങ്ങനെ ഞാൻ ആ പടം തന്നെ അതിരടി എന്ന് പറയുന്ന പടം. ഇപ്പം ബേസിലും ടൊവിനും ബേസിലിന്റെ ആ ലുക്കൊക്കെ ഭയങ്കര വൈറലായ ഒരു സാധനമാണ്. അതായത് കൊച്ചു പയ്യന്റെ ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള തന്നെയല്ലേ അത്? ആ ലുക്ക് ബേസിലിന്റെ ഒറിജിനൽ ലുക്ക് ഞാൻ ഞെട്ടിപ്പോയി കണ്ടപ്പം. അത് അതിരടി കണക്ഷൻ എങ്ങനെയാ വരുന്നത്? അരുൺ വിളിക്കുന്നത് എങ്ങനെയാണ് ഡയറക്ടർ? ഇത് നമ്മുടെ റീല് കണ്ടിട്ട് അവരുടെ ടീമിൽ നിന്ന് കോൺടാക്ട് ചെയ്തു, ഇങ്ങനെ ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഒന്ന് എറണാകുളം വരെ വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ എറണാകുളം വരെ പോയി. അത് ഏതെങ്കിലും റീല് സ്പെസിഫൈ ആയിട്ട് അവർ പറഞ്ഞു? കാട്ടാക്കട ആണോ? അത് കണ്ടിട്ട് എന്നെ വിളിച്ച് അങ്ങനെ പോയി. അവർ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ഒക്കെ സംസാരിച്ചു, ഓക്കെ ആയി, ഷൂട്ട് തുടങ്ങി. ഇപ്പൊ കാട്ടാക്കട ഭയങ്കരമായിട്ട് ട്രെൻഡായേ ഗോവിലെ, ഭയങ്കര വൈറലായി സാധനം. കൈവിട്ട് പോകുന്ന തരത്തിലാണ് ആൾക്കാർ. ഫ്ലക്സ് അടിക്കുന്നു, ടൂർ പോകുമ്പോ നിതിന്റെ പടം വെച്ചിട്ട് പറമ്പിൽ കൊണ്ട് അങ്ങനെ സാധനം വരുന്നു. കുറെ അധികം സ്റ്റിക്കേഴ്സ്, ഇങ്ങനെ കുറെ സാധനങ്ങൾ വരുന്നുണ്ട്. മിനി മിനിഷ്യലുണ്ട്, ഗെയിം അല്ലേ, കുറെ സാധനങ്ങൾ. പക്ഷെ ഈ സാധനം ട്രെൻഡായി, പക്ഷെ അതിനനുസരിച്ച് തന്നെ ഇപ്പം തലവേദനയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനം കാട്ടാക്കട. അങ്ങനെ ഏതെങ്കിലും വീഡിയോസ് ഒരു ഓക്വേർഡ് മൊമെന്റ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ? ഈ ഇറക്കിയതിൽ ഇത് ഇറക്കണ്ടായിരുന്നു എന്ന് പറയുന്നത്, പക്ഷെ വൻ ഹിറ്റും ആയ സാധനം അങ്ങനെ വല്ലതും ഉണ്ടോ? ഇല്ല, അങ്ങനെ ഇല്ല. അങ്ങനെ സത്യം പറഞ്ഞാൽ ഈ ഒരു ഇൻസിഡന്റ് മാത്രമേ ഉള്ളൂ. നേരത്തെ പറഞ്ഞ പെങ്കൊച്ചിന്റെ അവിടെ കമന്റ് ബോക്സിൽ ഒന്നിങ്ങനെ ആ ഒരു സാഹചര്യം അത് മനസ്സിലാക്കാതെ ഇട്ട ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. പിന്നെ ആൾക്കാർ കാണുമ്പോൾ നമ്മുടെ അടുത്ത് ഈ കാട്ടാക്കട എവിടെയാണ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. അത് അവരുടെ സ്നേഹം കൊണ്ട് നമ്മളടുത്ത് സംസാരിക്കുന്നതാണ് അങ്ങനെ ചോദിക്കുന്നത്. കാണുമ്പോഴപ്പോൾ എവിടെയെങ്കിലും കാണുമ്പോൾ കിടന്ന് വിളിക്കുകയൊക്കെ ചെയ്യും, എടാ കാട്ടാക്കട എവിടെ. അത് നമ്മളോടുള്ള സ്നേഹം കൊണ്ടാണ്. പക്ഷെ ഇങ്ങനെ ഒരു അവസ്ഥ മനസ്സിലാക്കാതെ അവർ പെരുമാറുമ്പോഴാണ്
അതും വളരെ കുറച്ച് പേര് കേട്ടോ, എല്ലാവരും അല്ല, വളരെ കുറച്ച് പേര്. അത് നമുക്കൊരു വിഷമം ഉണ്ടാകും. പക്ഷെ ഒരാളാണെങ്കിൽ തന്നെ അത് മോശമായതുകൊണ്ടാണ് പറയേണ്ടി വന്നത്. ഫാൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഭയങ്കര ആരാധിക്കുന്ന ആൾക്കാരാണ്. അതൊക്കെ നമുക്ക് സന്തോഷമാണ്. നമ്മളടുത്ത് വന്ന് ഫോട്ടോ എടുക്കുക, നമ്മൾക്ക് അതൊക്കെ ആഗ്രഹിച്ചിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ അത് കഴിഞ്ഞു പോകുന്ന ഒരു മൊമെന്റ് വല്ലതും ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ ഫാനിസത്തിൻ്റെ അല്ല. ഇപ്പം അച്ഛൻ മരിച്ചിട്ട് 4 മാസം ആയതേ ഉള്ളൂ. അപ്പോൾ ബലിയിടാനായിട്ട് വർക്കല പോയപ്പോൾ ബലിയിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ പുള്ളി ഇവിടെ നിന്ന് ഇങ്ങനെ കുറേ നേരം കൊണ്ട് തന്നെ നോക്കുന്നുണ്ടായിരുന്നു. അന്നത്ര നമ്മൾ ഹിറ്റൊന്നുമല്ല, അത്ര 100 കേക്ക് താഴെയുള്ളൂ, 80 കേക്കേ ഇറങ്ങിയപ്പോൾ ഇറങ്ങി കുറേ കഴിഞ്ഞിട്ടൊക്കെ. അപ്പം ബലിയിട്ട് ഞാൻ അപ്പം അച്ഛൻ എൻ്റെ പോയപ്പം ഭയങ്കരമായിട്ട് ഞാൻ കരഞ്ഞൊക്കെയാണ് ബലിയിട്ടോ. കരഞ്ഞ് നമ്മൾ കഴിഞ്ഞോട്ട് തിരിഞ്ഞതും പുള്ളി വന്നിട്ട് ഷേക്കൻ്റെ ഒക്കെ തന്നിട്ട് നമ്മുടെ റീലിനെ പറ്റി തന്നെ സംസാരിക്കുന്ന വലിയ കാര്യമായിട്ട്. അല്ല, അത് നടന്ന സംഭവം ഭയങ്കര ഫീലായിപ്പോയി, ഒന്നും പറയാനും പറ്റിയില്ല. ഇതിനെ അവിടെ ബലിയിടുന്ന കാര്യം ആൾക്കാർക്ക് അല്ലേ ഇങ്ങനെ ചെയ്യുന്ന സ്ഥലമാണ്. അപ്പൊ അത് ഇതാരാ വന്ന ഒരു പുള്ളി അറിഞ്ഞൂടാ. പക്ഷെ ആരായാലും ഞാൻ പറയണം, നമുക്കത് പറയണത് ശരിയാണോ അല്ലെന്ന് അറിഞ്ഞൂടാ. എന്നാലും എല്ലാവരും മനുഷ്യരാണ്, അപ്പോൾ അവർക്ക് ഇമോഷൻസ് ഉണ്ട്. ഹാഷിറും അലനും കൂടെ നമ്മുടെ മറൈൻ ഡ്രൈവിലോ എവിടെയോ ഇരുന്നപ്പോൾ ഇതേപോലെ ബാക്കിൽ നിന്ന് കുറച്ച് പിള്ളേർ ഈ തറയിട്ട് പൊട്ടിക്കുന്ന പടക്കം എന്തോ സാധനം ഇട്ടാപ്പൊട്ടിയാണ് എന്തോ സാധനം. ഇപ്പൊ മറൈൻ ഡ്രൈവിലൊക്കെ ഇഷ്ടം പോലെ വാങ്ങിക്കാൻ കിട്ടും ഒരു ബോക്സിൽ ചെറിയ കളർ പേപ്പറിൽ. ഇതെന്ത് ചെയ്യുന്ന പറയുമ്പോ അലന്റെ കാതിലെറിഞ്ഞു കൊടുത്ത് ബാക്കിൽ നിന്ന് ടപ്പനെ പൊട്ടി കീന്ന് സൗണ്ട് ആയിട്ട്. അപ്പം പെട്ടെന്ന് ഇങ്ങനെ തിരിഞ്ഞു നോക്കിയിട്ട് അലന്നെ എന്താ പറഞ്ഞാൽ ആരും നോക്കി ആര് എന്താ പറഞ്ഞിട്ട് അപ്പൊ തിരിച്ചുകൊണ്ടേ ഒന്നും പറയാൻ പറ്റില്ല, പബ്ലിക് ഫിഗർ ആണ്. പക്ഷെ സന്തോഷത്തോടെ അവൻ ഇങ്ങനെ ഓക്കെ എന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ ആ ഒരു മൊമെന്റിനെ പറ്റി ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഒരു വേദിയിൽ. ഇങ്ങനെ ഹാഷിറിൻ ടീം ഭയങ്കര അത് സർജിൻ വന്ന് നമ്മുടെ അടുത്ത് വന്ന് സംസാരിച്ചപ്പോ, സർജിൻ നാഗർകോവിലുള്ള വ്ളോഗർ, ഇങ്ങനെ ലോക്കൽ പീപ്പിൾസ്, അതായത് അവിടെ അവനെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന ആൾക്കാർ സർജിനെ വീഡിയോയിലൊക്കെ കാണുമ്പോൾ പരിചയം വെച്ചിട്ട് തോളിൽ കൈയിട്ട് ഇറുക്കി ഫോട്ടോ എടുത്തിട്ട് പോടാ എന്നടാ പോടാ എന്നെല്ലാം പറഞ്ഞിട്ട് ആ രീതിയിലൊക്കെ പിടിച്ചു വെച്ചിട്ട്, പിന്നെ പലയിടത്തും മാസ്ക് വെച്ച് പോകുന്നു, മാസ്ക് വലിച്ചു ഊരുന്നു. അപ്പൊ അങ്ങനത്തെ മൊമെന്റ്. നമുക്ക് മാസ്ക് വെച്ച് പോകേണ്ട അത്ര ഫാൻസ് ഒന്നും ഇല്ല. എവിടെ പോയാലും ആൾക്കാർ അറിയും, നമ്മൾ ഷേക്കൻഡ് കൊടുക്കും, ചിരിക്കും, ഫോട്ടോ എടുക്കും. നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ നമ്മുടെ സിറ്റുവേഷൻ അവർക്ക് അറിഞ്ഞൂടല്ലോ. എന്നാലും നല്ല വിഷമം ഉണ്ടായി അല്ലേ ഇതിന് ശരിക്കും? ഉണ്ടായി. അങ്ങനെ ശരത്തിന് എന്തെങ്കിലും? ഇല്ല, എനിക്ക് അങ്ങനെ ഒന്നും ഉണ്ടല്ലോ. ഗോകുലിന് അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ മറ്റേ വീട്ടിൽ അങ്ങനെയൊക്കെ സാധനം നമ്മൾ കേട്ടിട്ടില്ല. അത് നേരത്തെ പോഡ്കാസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. വീട്ടിൽ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഞാൻ ഷർട്ടൊന്നും ഇടാതെ ഇരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഒരാൾ വീട്ടില് 2 പയ്യന്മാർ ബർത്ത്ഡേ അന്ന് കേക്ക് വാങ്ങിച്ചുകൊണ്ട് വന്ന് ബെല്ലടിക്കാതെ ഡോറും തുറന്ന് ഗെയിം കളിച്ചോണ്ടിരിക്കുകയായിരുന്നു ഷർട്ട് ഇടാതെ. ഹാപ്പി ബർത്ത്ഡേ ബ്രോ എന്നെല്ലാം പറഞ്ഞിട്ട് ഞാൻ വ്ലോഗ് തുടങ്ങിയ ടൈമിലായിരുന്നു, കുറച്ചൊന്നും ഇങ്ങനെ കത്തി നിൽക്കുന്ന ടൈമായിരുന്നു. ആ ടൈം തണുപ്പല്ലേ, ഭയങ്കര പൈനാപ്പിളിന് ഭയങ്കര തണുപ്പ്. അർജു വളർന്നു പോയ ഒരു വളർച്ച ഉണ്ടായിരുന്നു യൂട്യൂബിൽ. അർജു വന്നപ്പോൾ അതായത് നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കുമ്പം സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഇങ്ങനെ കയറി പോകുന്ന ഒരു പോക്കുണ്ടായിരുന്നു. വൻ പോക്കായിരുന്നു നിങ്ങളുടെ പോക്ക്. നമുക്കും അങ്ങനെയായിരുന്നോ? അതെ, ആണ് ആണല്ലേ? റീൽസില് ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് ഇങ്ങനെ സ്വൈപ്പ് ചെയ്യാൻ 2 വർഷം എടുത്തു. ഇങ്ങനെ ആ 2 വർഷം നിങ്ങൾ കണ്ടന്റ് ചെയ്തോണ്ടിരിക്കുക. പക്ഷെ 68 ഞാൻ കണ്ട അന്ന് അതിനുശേഷം കുറെ കണ്ടന്റ്, പിന്നെ നിങ്ങളെ പറ്റിയിട്ടുള്ള സംസാരം, ഇത് ഭയങ്കര ഒരു പോക്കായിരുന്നു തോന്നിയത്. എന്താണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ, കറണ്ട് സിറ്റുവേഷൻ എങ്ങനെയാണ്? ഹാപ്പി ആണോ? അത് ടെൻഷൻ ഉണ്ടോ? ഇനി അങ്ങോട്ട് ടെൻഷൻ ഉണ്ട്. പിന്നെ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള പരിപാടിയല്ലേ? ചെറിയ ബുദ്ധിമുട്ടുള്ള പരിപാടിയല്ലേ സുഹൃത്തെ? പിന്നെ 2 പേര് എഴുതിയിട്ടാണ് അത് പ്രാവർത്തികമാക്കുന്നത്. എഴുത്തൊന്നുമില്ല ഇല്ലേ? പിന്നെ അതിനകത്ത് ക്രിയേറ്റീവ് ഹെഡ്, പ്രൊഡ്യൂസർ, റൈറ്റർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എഴുതി വെച്ചിരിക്കുന്നത് അത് പാൻ ഇന്ത്യനിൽ എഴുതി വെച്ചിരിക്കണേ. അതിൽ പലതും എഴുതി എല്ലാം ഫേക്ക് ആണോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഇവരൊക്കെ ഒരേപോലെയാണെന്നോ? ഹാഷർ ഇതേപോലെ സ്ക്രിപ്റ്റ് ഇല്ല, ഇവര് വന്നിട്ട് ഇങ്ങനെ സംസാരിച്ച്. അത് ഞാൻ ഇപ്പോഴാണ് അറിയണേ. സത്യത്തിലേ ഈ റീൽസിൽ സ്ക്രിപ്റ്റ് വെച്ച് ചെയ്യുന്നവരൊക്കെ ഉണ്ടോ? എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ ചെയ്യുന്നവരുണ്ട്. ആണല്ലേ? പിന്നെ നമ്മളോട് സ്ക്രിപ്റ്റ് ഒക്കെ ചോദിക്കുമ്പോൾ എനിക്ക് അത്ഭുതമാണ്. എഴുതിയൊക്കെ ചെയ്യുന്നവരുണ്ടാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ കരിക്ക് പോലത്തെ ടീമൊക്കെ ചിലപ്പോൾ റീല് ചെയ്യുമ്പോൾ അവര് സ്ക്രിപ്റ്റഡ് സാധനങ്ങളൊക്കെ
ചെയ്യാറുണ്ട്. അങ്ങനെ അവരല്ലേ നമുക്ക് അതിന്റെ നമ്മൾ ചെറിയ ടീം. അപ്പൊ പല ഈ സാധനങ്ങളും നിങ്ങളുടെ ഹിറ്റ് ആവാനുള്ളത് ചിലപ്പോൾ കയ്യിൽ നിന്ന് ഇടുന്ന സാധനങ്ങളായിരിക്കും. ഓൺ ദ സ്പോട്ട് കൂടുതൽ അങ്ങനെ ചെയ്തിട്ടുള്ള കയ്യിൽ നിന്ന് ഇട്ട് ഹിറ്റായ സ്ഥലത്ത് അങ്ങനത്തെ 2-3 സാധനങ്ങൾ പറയും. ആ കാട്ടാക്കട ഫുള്ള് കഴിഞ്ഞിട്ട് തന്നെ കാട്ടാക്കട, മുനിറെ കണ്ണിച്ചിമ്മ എല്ലാം ഇതിലൊരു 90% റീലും കൈ നിട്ട് ചെയ്യുന്നത് തന്നെയാണ്. നമ്മളൊരു ഫ്രെയിം, ഒരു വിശ്വാസത്തിന്റെ പുറത്ത് അങ്ങ് ഇറങ്ങും, ഫ്രെയിം വെക്കുക, എന്തെങ്കിലും ചെയ്യാതെ അങ്ങ് ഉഷയൊക്കെ കഴിയുന്ന ഉഷയെന്നൊക്കെ നമ്മൾ 1 മിനിറ്റ് മുന്നേ പോലും പറഞ്ഞിട്ടില്ല. അതൊന്നും 1 മിനിറ്റ് മുന്നേ ചർച്ച ചെയ്തിട്ടുമില്ല, എന്റെ മനസ്സിലും ഇല്ല, ഒരു പേര് പോലും കിട്ടിയിട്ടില്ല. ആ പേരും ഇല്ല. അന്ന് വിളിച്ച് പുള്ളിയെ വഴക്ക് പറയുന്നത് ഉഷയെ വിളിച്ചോണ്ട് ഓടി. അത് തന്നെയാണ് റീകട്ട് ചെയ്ത് വീണ്ടും ഇട്ടിട്ടേക്കണേ, ഒരേ വിളി തന്നെയാണ് ഇട്ടേക്കണേ, റിപ്പീറ്റ് കട്ടിട്ടേക്കണേ. ഈ വാഴ 3 പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ ടീമിനെ വെച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഹാപ്പി ആയിരിക്കും. പിന്നെ തീർച്ചയായിട്ടും ബിപിൻ ചേട്ടൻ വിളിച്ചാൽ പോവോ? ഉറപ്പായിട്ടും പറ, ഇത് ചിലപ്പോൾ കാണുന്നുണ്ടായിരിക്കും. ശരത്ത് ഉത്തരം പറയും. ശരത്ത് സീരിയസ് ആവും അല്ലേ ഇതില്? ഇല്ല, ശരത്ത് പറഞ്ഞോളൂ. വിളിച്ചാ പോവും, പിന്നെ 100% പോവും. വിളിക്കണം, പക്ഷെ വിളിക്കണം. ഇങ്ങനെ കാണിച്ചാൽ മതി. വരൂ, ഞാൻ വരും ഉറപ്പായിട്ടും. പോയി. പിന്നെ ഹാഷിന്റെ റോളില് അല്ലെങ്കിൽ ഹാഷിർ ആലൻ, അതുപോലെ തന്നെ വിനായകൻ, ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അജയൻ, ഇതില് നിതിന് ഏത് റോള് കൊടുക്കും? അങ്ങനെയാണെങ്കിൽ വാഴ 2 അങ്ങനെ ഒരു സജഷൻ ഒരു കൊടുക്കുകയാണെങ്കിൽ ഇതിൽ ആരെയും കൊടുക്കൂല. പിന്നെ അതില് സുന്നത്തെ ഒരാൾ ഞാൻ നേരത്തെ പറഞ്ഞു, എനിക്ക് തോന്നുന്ന നിതിൻ ചിലപ്പോ ഈ വിജയ് ബാബുവിന്റെ റോൾ അടിപൊളിയായിട്ട് ചെയ്യും കേട്ടാ. വിജയ് ബാബു പ്രൊഡ്യൂസറാണ്, അടുത്ത എന്നെ വിളിക്കണമെന്ന്. സോറി അല്ല, ഞാൻ പറഞ്ഞത് ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ ഇതിലായിട്ട് പറഞ്ഞ അതിടാൻ വേണ്ടി തന്നെ പറഞ്ഞ. നിങ്ങൾ ഒഫീഷ്യൽ വാട്സപ്പ് ഗ്രൂപ്പിലെ നിങ്ങൾക്കൊരു പാൻ ഇന്ത്യൻ ബ്രാഞ്ചിന് ഒഫീഷ്യൽ വാട്സപ്പ് ഗ്രൂപ്പ് വല്ലതും ഉണ്ടോ നിങ്ങളുടെ ടീമിന്? ഉണ്ട്, അതിൽ ഞാൻ മാത്രമേ അംഗമായിട്ടുള്ളൂ. അതെന്താ അങ്ങനെ? എന്റെ 2 മൊബൈല് എവനൊന്നും അംഗമാക്കാൻ കൊള്ളൂല. നമ്മളല്ലേ പുള്ളി ചളിയും നമുക്ക് ഇങ്ങനെ. നിങ്ങളെ ഗ്രൂപ്പിൽ ഈ ചർച്ചയൊന്നുമില്ല, അങ്ങനെ ഒരു സാധനമൊന്നുമില്ല, നാളെ ഇന്ന സ്ക്രിപ്റ്റ് ചെയ്യാൻ പുള്ളിയൊക്കെ ഓൺ ദ സ്പോട്ട് ആർട്ടിസ്റ്റ് ആണ്. വന്ന് കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ക്യാച്ച് ചെയ്ത്. നിങ്ങൾ ഹാപ്പിയാണോ ഇവരെ വെച്ചിട്ട്? ഇതിനെ ഈ ടീം ശരിക്കും പറഞ്ഞു ഒന്ന് ആലോചിച്ച് പറഞ്ഞോളൂ. എന്താ ആലോചന? ഹാപ്പി അല്ലേ? ഈ ടീമിൽ നിങ്ങൾ ഹാപ്പിയാണോ? ഒരു ഇടർച്ച സൗണ്ടിന് ഇല്ലെന്ന് പറഞ്ഞാൽ നാളെ തൊട്ട് വരൂല. വീട്ടുകാരൊക്കെ ഹാപ്പിയാണോ ഇതിനെ? വീട്ടിൽ താറ്റി തന്നെ. പണിക്ക് പോടാ. ഈ ജോലിയൊക്കെ എങ്ങനെ മാനേജ് ചെയ്ത് ഈ കണ്ടന്റ് ക്രിയേഷൻ ഒരു വീഡിയോ ഒക്കെ എടുക്കാൻ എത്ര നേരം? അല്ല, ഞാൻ പറഞ്ഞോട്ടെ, ആദ്യം എനിക്ക് ഒരു ഞാനൊരിക്കൽ പോസ്റ്റായി സംഭവം ഓർമ്മ ഉണ്ടോ? 2ാമത്തെ റീല്, അതായത് ശരത്തിനെ അറിയില്ല, കുറെ അറിയാമോ എനിക്ക് ശരത്തിനോട് ബഹുമാനമുള്ള ഒരു കാര്യം നമ്മൾ കളിയാക്കുമെങ്കിലും പുള്ളിയോട് പറഞ്ഞിട്ടില്ല. ബഹുമാനമുള്ള കാര്യം, രാവിലെ 5 മണിക്ക് എഴുതിച്ച് 6 മണിക്ക് കറക്റ്റ് ഡ്യൂട്ടി കയറും. ലുലുവിലെ ഷെഫാണ് പുള്ളി. അല്ല, സീരിയസ് ആയിട്ട് 6 മണിക്ക് ഡ്യൂട്ടിക്ക് കയറും, 3 മണിക്ക് ഇറങ്ങും. അതുവരെ കണ്ടിന്യൂസ് ഡ്യൂട്ടിയാണ്, 6 മണി തൊട്ട് 3 മണി. അത് കഴിഞ്ഞ് 3 മണി കഴിഞ്ഞ് പിന്നെ പുള്ളി ഒരു 1 മണിക്കൂർ യാത്ര ചെയ്താണ് റീൽ എടുക്കാൻ പറഞ്ഞത്. അപ്പോഴത്തേക്ക് 4 മണിയാവും. 4 മണി കഴിഞ്ഞ് 6 മണി, 2 മണിക്കൂറിനകത്താണ് ഈ ലൈറ്റ് പോകുന്നതിന് മുന്നേ നമ്മൾ ഷൂട്ട് ചെയ്യണേ. അപ്പം ആദ്യമൊക്കെ ഞാൻ ദേഷ്യപ്പെടുന്നു, എനിക്ക് അറിഞ്ഞൂടായിരുന്നു അവൻ്റെ ഡ്യൂട്ടിക്ക്. പുള്ളി ഒന്നും പറയില്ല, ഡ്യൂട്ടി ടൈമിങ് ഇങ്ങനെയാണ്, രാവിലെ 6 മണിക്ക് കയറണം. അപ്പം പുള്ളി ലേറ്റായിട്ട് വരുമ്പോൾ ഞാൻ വഴക്ക് പറയും. പിന്നീട് ഒരു ദിവസം അവൻ്റെ വീട്ടിൽ പോയപ്പോഴാണ് ഇവൻ പറഞ്ഞത് രാവിലെ 6 മണിക്ക്. 6 ഷെഫൊക്കെ 6 മണിക്ക് ഡ്യൂട്ടിക്ക് കയറുന്നു. എനിക്ക് അറിഞ്ഞൂടായിരുന്നു. അപ്പോൾ ഒരു റെസ്പെക്ട് വന്നു. ഞാനാണെങ്കിൽ ഒരിക്കലും അങ്ങനെ 6 മണിക്ക് കയറി 3 മണിക്ക് ഇറങ്ങി പിന്നെ കണ്ടെടുക്കുക, ഞാൻ അങ്ങനെ അത്ര എഫർട്ട് എടുക്കുന്ന ആളല്ല. ഞാൻ കുറച്ച് മടിയനാണ്. അല്ല, പുള്ളി മടിയനാണ്, എന്നാലും അത് ഭയങ്കരമായിട്ട് റെസ്പെക്റ്റ് ഉള്ള. അതുപോലെ തന്നെ ഈ പുള്ളിയും 2:45 കഴിക്കും. ഗോകുൽ പിന്നെ എഴിച്ചിട്ട് പെടുത്തിട്ട് കട തുറന്നു. അതും ജനലൊഴി. ഞാൻ വിചാരിച്ച കട്ടിലെ നനവ് കൊണ്ട് എണീക്കുന്ന അതല്ല. ഞാൻ വിചാരിച്ചറിയാം ഇവ ആ ട്രാക്കില്ലേ പിജിക്കൊക്കെ പഠിക്കുകയല്ലേ, അപ്പൊ അതിന്റെ ഹാർഡ് വർക്ക് ആയിരിക്കും. പിജിക്ക് പഠിക്കണം ആര് പറഞ്ഞു? എവിടെയാടേ പിജിക്ക് പഠിക്കുന്നത്? ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കണ അടിപൊളി അഭിനയായിരുന്നു. ബസ്സിന്റെ സമയത്തില് മറ്റേ മരണ വീട്ടിൽ റീലിൽ കൊള്ളൂല. റീലിൽ മറ്റേ മരിച്ചു കിടക്കുന്ന കട്ടില്ല സീൻ പുള്ളി കമന്ന് നടന്നതല്ല അഭിനയം, മുഖം കാണിക്കാതെ. പക്ഷെ നല്ല അഭിനയിക്കുന്നത്, നല്ല നന്നായിട്ട് അവൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സിനിമയിലായാലും റീലിലായാലും തകർത്ത് പെർഫോം ചെയ്യുന്നുണ്ട് കേട്ടോ, അടിപൊളി. ശരത്ത് എങ്ങനെയാ ഈ സിനിമാപരമായിട്ട് എന്തെങ്കിലും കണക്ഷൻസ് അങ്ങനെ ഒന്നുമില്ല? ഈ അഭിനയം ആഗ്രഹം മീൻസ് ഒരു 5-6 അങ്ങനെ സ്റ്റേജിൽ കയറി സ്കൂളിലെ യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ കയറി, അല്ലാതെ അങ്ങനെ
അതേ ഉള്ളൂ. പിന്നെ ആക്ടിങ്ങിൽ എന്നെക്കാളും സീനിയറാണ് പുള്ളി. പുള്ളി 5-6 വർഷം മുന്നേ. 6 വർഷം മുമ്പേ ആക്ടിങ്ങിന്. ഞാനിപ്പോ 2 വർഷമേ 2 വർഷം. സീനിയറാണ് പുള്ളി. വന്നപ്പം ഫസ്റ്റ് ദിവസമൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു എന്നോട് അഭിനയിക്കാനായിട്ട്. പിന്നെ ഫസ്റ്റ് മറ്റേ കോഴിയുടെ ഇതല്ലേ, കോഴി ഫാമിന്റെ ഒരു സാധനത്തിലൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. കാര്യം പുള്ളി ഓപ്പോസിറ്റ് സീനിയർ, അവൻ നന്നായിട്ട് ചെയ്യും, നാച്ചുറലായിട്ട് ചെയ്യണ ആളല്ലേ. അപ്പോൾ ആ ഒരു ടെൻഷൻ എനിക്ക് ഉണ്ടായിരുന്നു. നിതിൻ്റെ ജീവിതത്തിൽ ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുള്ള ജോലി അല്ലെങ്കിൽ അത് ഇതുവരെയും നേടാനായിട്ടില്ല, അങ്ങനെ ഇപ്പോൾ പോലീസ് ആവണമെന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു? ഇപ്പോൾ ഫോട്ടോഗ്രാഫി ഭയങ്കര ആഗ്രഹത്തോടെ ചെയ്തൊരു കാര്യമാണ്. വേറെ എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു? എനിക്ക് IPS ആവണമെന്നായിരുന്നു ആഗ്രഹം. സീരിയസ്ലി IPS അറിഞ്ഞൂടാ, അങ്ങനെ ചോദിക്കില്ലേ? കളിയാക്കല ശരിക്കും. അതിന്റെ സിവിൽ സർവീസ് പാസ്സാവണമെന്ന് അറിയാമോ? അതൊന്നും അറിയില്ല, മനസ്സിലൊരു ആഗ്രഹമാണ്. അതിനു മുന്നേ +2 പാസ്സാവണമെന്ന് നിനക്കറിയാം. അത് കഴിഞ്ഞ ഡിഗ്രി ഉണ്ട്, അതറിയാമോ? ഇതെല്ലാം മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഇത് വേണ്ടെന്ന് വെച്ചത്. ഗോകുലെ, ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഈ എനിക്ക് സിനിമ ആഗ്രഹം ഞാൻ പറഞ്ഞു തീർന്നില്ലല്ലോ. മാഹിന്റെ കൈവിട്ട് പോയി. ഇല്ല പറഞ്ഞു അല്ലേ ചേട്ടാ ചോദി. ഇല്ല ഇനി ചോദിക്കാനൊന്നുമില്ല, അത് തന്നെ പാവടാ. അല്ല ചേട്ടാ, എനിക്ക് ആഗ്രഹം ഡിറ്റക്റ്റീവ് ആവാനായിട്ടായിരുന്നു. IPS ഡിറ്റക്റ്റീവ്. അപ്പൊ പറയട്ടെ, ഞാനൊരു ബയോ സയൻസ് എഞ്ചിനീയർ, ടെക്നോളജി, ആ ഒരു സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. ഊക്കണാടാ, ഊക്കണമല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് റിസർച്ച് നടത്താനും ആഗ്രഹിച്ചൂടി. ഇതെന്തൊരുപാട് ആഗ്രഹിച്ചു. ആവാനേ പറ്റിയില്ല. അത് എപ്പോഴായിരുന്നു ആഗ്രഹം? ഇല്ല, എനിക്ക് പണ്ടേ ഒരു ആഗ്രഹം റിസർച്ച് ചെയ്ത് എന്തെങ്കിലും ഇങ്ങനെ റിസർച്ച് ചെയ്ത്. ഇപ്പൊ കണ്ടന്റിന് വേണ്ടി റിസർച്ച് ചെയ്യുന്നില്ല? ഇല്ല, ഈ കണ്ടന്റ് മൊത്തം ഇതിനാണോ കൊണ്ടുവരുന്നത്? അഖിൽ GP ഒന്നുപോലും നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും സൈഡിൽ കൂടെ എന്തെങ്കിലും പറഞ്ഞു അത്രയല്ല. അല്ലാതെ നിങ്ങളായിട്ടുള്ള പാൻ ഇന്ത്യൻ ബ്രാഞ്ചിൽ ഇപ്പൊ ശരത്ത് കൊടുത്ത ഒരു കണ്ടന്റ് അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല? ഇല്ലടാ. ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പൊ ഇല്ലെന്ന് പറയണ. അല്ല അങ്ങനെ കണ്ടന്റിൽ ഇടയില്ല, സമയമില്ല എനിക്ക്. ഞാൻ ജോലി കൂടുതൽ തിരക്കുണ്ട്. എനിക്ക് ആവശ്യത്തിൽ കൂടുതൽ സമയമുണ്ട്, അതാണ് വ്യത്യാസം. അവനെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. സോഷ്യൽ മീഡിയ ഇപ്പൊ അൽഗോരിതം നാളെ മുതൽ പാൻ ഇന്ത്യൻ ബ്രാഞ്ചിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുക. എന്നാ നിങ്ങൾ ഈ ടീം അടുത്തതായിട്ട് എന്തായിരിക്കും പ്ലാൻ ചെയ്യാൻ പോകുന്നത്? അതൊന്ന് പറയാം. അതായത് ഇത് വൻ ഹിറ്റായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, പക്ഷെ അൽഗോരിതം പിന്നീട് ഡൗൺ ആവാണ്. അങ്ങനെ കുറെ നിങ്ങൾ 2 വർഷത്തോളം നിങ്ങളുടെ അൽഗോരിതം വർക്കായില്ല അല്ലേ? പറഞ്ഞു അത് കുറെ നാൾ അതിൽ സ്റ്റക്കായി നിന്നൊരു സമയമുണ്ട്. പക്ഷെ പിന്നീടായപ്പോൾ നിങ്ങളുടെ അൽഗോരിതം ഇത് എപ്പോൾ വേണമെങ്കിലും മാറി മറിയാം. ഇപ്പം യൂട്യൂബിൽ പല വീഡിയോസും, പണ്ട് നമ്മൾ വ്ളോഗൊക്കെ ഇട്ടുകൊണ്ടിരുന്ന 1 റീച്ചും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പം ഭയങ്കരമായിട്ട് അൽഗോരിതം ഡൗൺ ആയിട്ടുണ്ട്. വ്ളോഗ് ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർക്ക് കാണാൻ വയ്യ, ഭയങ്കര റീച്ച് ഭയങ്കരമായിട്ട് കുറഞ്ഞു മോനെ. ഇപ്പൊ ഷോർട്സ് കാര്യങ്ങളൊക്കെയാണ്. പറഞ്ഞു എന്താ? അത് വേറൊന്നും കൊണ്ടല്ല. ഇപ്പം 2021 IT ആക്ട് പ്രകാരം കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇൻഫ്ലുവൻസേഴ്സിനെതിരെ. അതായത് റിയാക്ഷൻ ചെയ്യുന്ന ആൾക്കാര്, അങ്ങനെയുള്ള ആൾക്കാർക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? അല്ലല്ല, അങ്ങനെ ഓവറായിട്ട് റിയാക്ട് ചെയ്യുന്നു. ഇപ്പം നിങ്ങൾ തന്നെ കാണല്ലേ, ഒരു പേഴ്സണലി സംസാരിച്ച് തീർക്കേണ്ട കാര്യങ്ങൾ വരെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടാണ് ഓരോ ആൾക്കാർ. അപ്പൊ അങ്ങനെ അതിനെതിരെ കൊണ്ടുവന്ന ഒരു സംഗതിയാണത്. അപ്പൊ എന്തായിരിക്കും പ്ലാൻ ചെയ്യുക? എന്തെങ്കിലും അങ്ങനെ നിതിൻ തന്നെ പറയട്ടെ, നിതിനായിരിക്കും അതിന് ആപ്റ്റായിട്ട്. അങ്ങനെ പെട്ടെന്ന് ചോദിച്ചാ സിനിമ പിന്നെ നമുക്ക് സിനിമ നോക്കാൻ ഭാഗ്യമാണ്. അവിടെ നിൽക്കാൻ പറ്റുക, നമുക്ക് എൻട്രി മാത്രമല്ല അവിടെ നിലനിൽക്കാൻ പറ്റുക. കോൺഫിഡൻസ് ഉണ്ടോ എനിക്കൊരു സിനിമ എടുക്കാൻ പറ്റുമെന്ന്? എനിക്ക് ഡയറക്ടർ ആവണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ ഡയറക്ടറിൽ നിന്ന് ആക്ടറിലോട്ട് ആയിപ്പോയതാണ്. ഡയറക്ടറാണ് ലക്ഷ്യം. പടം ചെയ്യും എന്തായാലും. അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പ്ലാനിങ്ങിലാണ്, റൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ. പാൻ ഇന്ത്യൻ ബ്രാഞ്ച് അത് ഒരു സംഭവമായി മാറ്റി ഇതിനെ ആഗ്രഹിച്ച ലെവലിൽ കൊണ്ടെത്തിച്ചില്ലേ? കുറേ വീഡിയോയിൽ റീപോസ്റ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. അതെന്താണ് അങ്ങനെ? റീപോസ്റ്റിലൂടെയാണോ ശരിക്കും ക്ലിക്കായത്, അതോ നിങ്ങളുടെ റീപോസ്റ്റ് നമുക്ക് അൽഗോരിതം ഒന്ന് പറഞ്ഞുതരുമോ? റീപോസ്റ്റ് അൽഗോരിതം അത് വർക്കാവോ ശരിക്കും? റീച്ച് ഇല്ലാതിരുന്ന സമയത്തും 20K ആയിരുന്നപ്പോഴും നമ്മൾ കുറേ വീഡിയോ ചെയ്തു. ഇപ്പം എല്ലാത്തിനും നമ്മൾ 10K അല്ല 1K ഫോളോവേഴ്സ് ആയിരുന്നപ്പോഴും ഈ 700-something ഫോളോവേഴ്സ് ആയിരുന്നപ്പോഴും എടുക്കുന്ന എഫർട്ട് എല്ലാം ഒരുപോലെയാണ്. അതിൽ വേറെ വ്യത്യാസമൊന്നുമില്ല. അയ്യോ ഇത് നമുക്ക് 700 കൂടുതൽ എടുത്തുള്ള അങ്ങനെയൊന്നുമില്ല. അപ്പം നമ്മൾ അപ്പോൾ ചെയ്യുന്ന കണ്ടന്റിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, ഇപ്പം ചെയ്യുന്ന കണ്ടന്റിനെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പം മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അന്ന് ആര് കണ്ടില്ല 50K ഒക്കെ ഉള്ളത് നമ്മൾ ഇപ്പോൾ ഇട്ടപ്പോൾ 5 million ആയി. അന്ന് 50K ആയിരുന്നു. മുനീറെ കണ്ണ് ചിമ്മ അന്ന് 50K ഉള്ളൂ. നമ്മൾ നോക്കിയിരുന്നിട്ടുണ്ട്. 50, 54,
60 ഉള്ളൂ വ്യൂ, ലൈക്ക് അല്ലാട്ടോ വ്യൂ. അപ്പം അതിനെ ഞാൻ എന്ത് ചെയ്ത് വീണ്ടും റീപോസ്റ്റ് ചെയ്തപ്പം കുറച്ചുകൂടെ കയറി, വീണ്ടും റീപോസ്റ്റ് ചെയ്തപ്പോൾ അങ്ങനെ ആണ് 5 മില്യണിൽ എത്തിച്ച് വൈറലായത്. അത് കാട്ടാക്കട അതുപോലെ തന്നെ ആദ്യം ഇട്ടപ്പോൾ നമുക്ക് 300K 400K ഒക്കെ ഉണ്ടായിരുന്നു. രണ്ടാമത് ഇട്ടപ്പോഴാണ് ഇപ്പോൾ 8 മില്യൺ. അത് നമുക്ക് ഫോളോവേഴ്സ് കൂടുന്നതനുസരിച്ചിട്ട് പഴയതെടുത്ത് നമ്മൾ മേളിലോട്ട് ഇട്ട് കൊടുക്കും. അപ്പം ചിലർ ചോദിക്കും എന്തിനാ ഈ റീപോസ്റ്റ് ചെയ്യണമെങ്കിൽ ഇപ്പം കാണാത്ത ഒരുപാട് പേരില്ല, എല്ലാവരും നമ്മളെ പേജിൽ കയറി ഇങ്ങനെ സ്വൈപ്പ് ചെയ്തിരുന്ന് കാണും. ഇല്ല, നമ്മൾ റീപോസ്റ്റ് ചെയ്താലേ കാണൂ. വീഡിയോസ് മാത്രമേ കാണുള്ളൂ, താഴെ കാണാതെ കിടക്കുന്ന നല്ല നല്ല വീഡിയോസ് വരും. അത് റീപോസ്റ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ശരിക്കും അപ്പൊ അത് നല്ലതാണല്ലേ അങ്ങനെ ചെയ്യുന്നത്? അല്ല, എൻ്റെ കാര്യത്തിൽ നമ്മുടെ കാര്യത്തിൽ അത് വർക്കായി. റീപോസ്റ്റ് എന്റെ കാര്യത്തിലും വർക്ക് ആവാറുണ്ട്. ഞാൻ പഴയ ആണല്ലേ എടുത്തിടുന്നു. അത് നമ്മുടെ കാര്യത്തിൽ നന്നായിട്ട് വർക്കായി, സഹായിച്ചു. അപ്പം പുതിയ ആൾക്കാർ നോക്കുമ്പോൾ ഡെയിലി കണ്ടന്റ്സ് വരുന്നു. ഒരു കണ്ടന്റ് അപ്പൊ പുതിയ കണ്ടന്റ് ആണ് അവർക്ക്. അവർ വിചാരിക്കുന്നത് ഡെയിലി ഒരു കണ്ടന്റ് ആണ്. മുനീറൊക്കെ ഇത് പണ്ട് നമ്മൾ എവിടെയോ കണ്ടിട്ടുള്ളതല്ലേ എന്ന് ചിലർ പറയുന്നുണ്ട്. ഫ്രഷ് ആയിട്ട് ചിലർ പറയുന്നത് വളരെ ചുരുക്കം പേരല്ലേ ഉള്ളൂ. അതിനൊക്കെ വലിയ വൈഡ് ഓഡിയൻസിന്റെ അടുത്തൊക്കെ എത്തിയില്ലേ. ഇപ്പൊ ഇവര് പറയുന്നത് കേട്ടിട്ട് നമ്മൾ ഇടാതിരുന്നാലോ കാണുന്നവർ പറയും ബ്രോ ഇത് റീപോസ്റ്റ്. അപ്പൊ അവർക്ക് നമ്മളെ അറിയാം, നമ്മൾ എന്തിനാണ് അങ്ങനെ ഇടുന്നതെന്ന് കാണുന്നവർക്ക് അറിയാം. അവരുടെ കണ്ടന്റുകൾ പഴയത് കിടപ്പുണ്ട്, അത് മറ്റുള്ളവരിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്ന് ഈ പണ്ട് തൊട്ടേ നമുക്കുള്ള വ്യൂവേഴ്സിന് അറിയാം. അവരെന്നും കൂടെ നിൽക്കുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ എപ്പോഴും ചീത്ത വന്നേനെ. പക്ഷെ അത് വരുന്നില്ല. അത് എന്തുകൊണ്ടോ ഒരു ഭാഗ്യം. അടിപൊളി, നല്ല കാര്യം. ഈ വാഴ ഒരു വലിയ എക്സാമ്പിളാണ്. വാഴ 2 എന്ന് പറയുന്ന സിനിമ. കാരണം റീൽ കണ്ടന്റ്, അതായത് റീല് ചെയ്ത് നടക്കുന്ന കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഒരു നായക പ്രാധാന്യമുള്ള വൻ പടത്തിൽ അഭിനയിക്കുന്നു. അതിന് വൻ സ്വീകാര്യത, കയ്യടി, തിയേറ്ററിൽ കയ്യടിയൊക്കെ കണ്ടില്ലേ? ശരിക്കും ഇതൊരു മിറാക്കിളാണ്. കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആക്ടേഴ്സിലോട്ട് മാറുന്ന ഒരു സംഭവം. അത്രേ ഉള്ളൂ. ഇത് ശരിക്കും ഭയങ്കര എന്താണ് അതിനെപ്പറ്റി, അതെങ്ങനെയാണ് കാണുന്നത് ഇതിനെ? ശരിക്കും ഈ ഒരു സത്യം പറഞ്ഞാൽ നമുക്ക് ഒരുപാട് സന്തോഷം. അടിപൊളി കാര്യം റീലിലുള്ളവരെ സിനിമ ഫീൽഡിലോട്ട് അംഗീകരിച്ചു തുടങ്ങി. അത് ഭയങ്കര ഒരു നേട്ടമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവരെ ഫാഷൻ്റെയൊക്കെ പിന്നാലെ ഉള്ളവർക്കാണ് ചാൻസ് ഉള്ളത് ഇനി. അങ്ങനെ വേണം നമ്മളിതിനെ കാണാൻ. ഒരു മറ്റുള്ള ഇപ്പം ഒരു പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ഡയറക്ടർ ഒരു റീലുകാരെ കോൺടാക്ട് ചെയ്യുമ്പോൾ അവർ വിചാരിക്കും ഇവരെ വെച്ച് കഴിഞ്ഞാൽ അവർ അഭിനയിക്കുമോ, കൊളാക്കുമോ, അല്ലെങ്കിൽ ക്ലിക്കാവോ, അങ്ങനൊരു കൺഫ്യൂഷൻ വരുമായിരുന്നു നേരത്തെ. ഇപ്പം ഈ വാഴ 2 കഴിഞ്ഞതോടെ അവർക്കൊരു കോൺഫിഡൻസ് കൂടി കാണും. അവർക്ക് റീലിലുള്ള ആൾക്കാരെ പിന്നെ വിളിക്കാനും ഇല്ലേ, അങ്ങനെ എൻ്റെ ഒരു ചിന്ത അങ്ങനെയാണ്, വിളിക്കുമായിരിക്കും. പണ്ട് നമുക്ക് കഴിവ് പ്രകടിപ്പിക്കാൻ ഒരു പ്ലാറ്റ്ഫോം ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ആ ഒരു പ്ലാറ്റ്ഫോം കിട്ടിയെന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് സോഷ്യൽ മീഡിയ ഇത്രയും ബൂമായിട്ട് വന്നപ്പം. ഉറപ്പായിട്ടും. പണ്ടൊക്കെ നമുക്ക് ആദ്യകാലം നാടകം, പിന്നെ അത് സീരിയലായി, അതിൽ നിന്നാണ് സിനിമയിലോട്ട് വന്നത്. പിന്നെ ഒരു കാലത്താണ് കോമഡി സ്റ്റാർസ് ഈ അങ്ങനെ വന്നുകൊണ്ടിരുന്നു. പിന്നെ കോമഡി സ്റ്റാർസിനും കഴിഞ്ഞ് പിന്നെ വന്നുകൊണ്ടിരുന്ന ഏതാ, പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ടിക്ടോക്ക്, അങ്ങനെ പിന്നെ ഇൻസ്റ്റ റീൽസ്, പിന്നെ യൂട്യൂബിൽ നിന്ന് ഇപ്പൊ റീൽസിലാണ് എത്തി നിൽക്കുന്നത്. 5 സെക്കൻഡ് ആയിരുന്നു വന്നു പോയത്. 5 സെക്കൻഡ് ഒരു കൂടിപ്പോയ 20 സെക്കൻഡ്സ് ശരത്ത് 20 സെക്കൻഡിൽ. പക്ഷെ ശരത്ത് വന്നപ്പോഴും കയ്യടി. പാൻ ഇന്ത്യൻ ബ്രാഞ്ചിന്റെ ഒരു ബലം തന്നെയാണ്, അത് എപ്പോഴും എടുത്തു പറയേണ്ട കാര്യം. അപ്പോൾ ഈ എന്താണ് ആൾക്കാരൊക്കെ ഇങ്ങനെ ചോദിച്ചാൽ ഇതിനെയൊക്കെ പ്രതീക്ഷിച്ചോ ആൾക്കാർ വാഴ 2-ലൊക്കെ? ചോദിച്ചായിരുന്നു ബ്രോ ഇല്ലായിരുന്നു, ബ്രോ വേറെ ഷൂട്ടിലായിരുന്നു, വേറൊരു ഇതിന്റെ. ഞാൻ മാത്രമേ ഉള്ളായിരുന്നു. എനിക്ക് നിതിനെ ചുമ്മാ ഞാൻ വേറെ എന്നെ വിളിച്ചില്ല. മെസ്സേജ് ഒക്കെ അയച്ചോ ഇങ്ങനെ ഈ കയ്യടിയുടെ കാര്യം? ആരെങ്കിലും ഒരുപാട് പേര് മെസ്സേജ് അയച്ചു. ഇങ്ങനെ പേജിൽ മെസ്സേജ് അയക്കുന്നുണ്ട്, ശരത് ബ്രോയെ കാണുമ്പോൾ, നിങ്ങളുടെ ടീമിനെ കാണുമ്പോൾ ഭയങ്കര കയ്യടിയായിരുന്നു. ഞാൻ അപ്പം ചോദിക്കും ഏത് തിയേറ്ററാന്ന് ചോദിക്കും. അപ്പോൾ പറഞ്ഞു ഇവിടെ മലപ്പുറം, കോട്ടയം, പത്തനംതിട്ട, എല്ലാ ഈ തിരുവനന്തപുരം ഉണ്ട്. എന്നാൽ അങ്ങോട്ടൊക്കെ ആൾക്കാർ നമുക്ക് വേണ്ടി കൈയടിച്ചെന്ന് പറഞ്ഞപ്പോൾ അത് ഭയങ്കര ഒരു അത്ഭുതമായിപ്പോയി. അല്ലേ? 2-3 വീഡിയോ ഒക്കെ എടുത്ത് അയച്ചു. അത് രോമാഞ്ചം. എൻ്റെ വൈഫായിരുന്നു ഇങ്ങനെ എന്നിട്ട് ആരും നോക്കാം, അത് ആരും നോക്കാം. അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കിയപ്പോ ഇപ്പൊ കയ്യടി തുടങ്ങിയപ്പോ പുള്ളിയുടെ ആ ഒരു സാധനം പിന്നാമ്പുറം കാണിച്ചിങ്ങനെ നടന്നിങ്ങനെ അപ്പൊ ഈ ശരത്ത് എന്ന് പറയുന്ന സാധനം. പക്ഷെ ശരത്തിന് ഇതിനെക്കാട്ടും കൂടുതൽ റോള് നമ്മുടെ വ്യസന സമേതത്തില് ഉണ്ടായിരുന്നു. ഇനി വൻ റോള് ചെയ്യാനിരിക്കുന്ന ഏതൊക്കെയാണ്? അത് പറയാറായിട്ടില്ല. അതൊക്കെ ഇങ്ങനെ സ്ക്രിപ്റ്റും പുറത്ത് വിടണ്ടെന്നുള്ളത്. ഈ ഹാസ്യറും ടീമിനെയും വിളിച്ച പോലെ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ വെച്ച് ഒരു 4 പേരെയും ഒരു കൂട്ടർ 4 പേരും വെച്ചൊരു പടം എടുക്കും പോലെ നിങ്ങളുടെ ടീമിനെ വെച്ചിട്ട് ഒരു പടം എടുക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും നിങ്ങൾ അപ്രോച്ച് ചെയ്തോ? കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. 3 പേരും. നമ്മൾ 3 പേര് വേണമെന്ന് പറഞ്ഞിട്ട്. ആരൊക്കെ? ഞാൻ, ശരത്ത്, ഗോകുല്, നമ്മൾ 3 പേര് വെച്ചിട്ടൊരു പടം
അത് ആരാണെന്നൊന്ന് വെളിപ്പെടുത്താൻ താല്പര്യമുണ്ടോ? എന്താണ്? ആ ടീം ആരാണ് വിളിച്ചത്, ആ ഡയറക്ടർ? ഇല്ല ക്രിയോ അപ്പൊ വരും ആ സാധനം, 3 പേരും കൂടെ ഉള്ള സാധനം. അത് വരും. അത് നിങ്ങളാണ് ആക്ടേഴ്സ് ആയിട്ടുള്ള സാധനം. നമ്മൾ ആക്ടേഴ്സ് അല്ല, നമ്മളും ഒരു ലീഡാണ്. ഒരു ലീഡാണ്. നന്നായി വരട്ടെ. അതായത് ഇപ്പം നിങ്ങളിപ്പം പുതിയൊരു കണ്ടന്റ് ചെയ്യുമ്പോഴേ ഇപ്പം നിങ്ങളായിട്ട് തന്നെ ഒരു ലെവൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ പാൻ ഇന്ത്യൻ ബ്രാഞ്ചിൽ നിന്ന് ഇപ്പം നമ്മൾ വ്യൂവേഴ്സ് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സംഗതിയുണ്ട്. ഈ ഒരു ലെവലിൽ ക്രോസ് ചെയ്തിട്ടായിരിക്കും പുതിയ വീഡിയോ പറഞ്ഞതെന്ന് നമുക്കുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ചലഞ്ച് നിങ്ങൾ ഫേസ് ചെയ്യാറുണ്ടോ? ടെൻഷനുണ്ട്. കണ്ടന്റ് എടുക്കുമ്പോൾ എപ്പോഴും ഒരു ടെൻഷൻ കാണും, ഇത് വർക്കാവോ ഇല്ലേ. കാര്യം നമ്മള് ഒന്നും പറയാൻ പറ്റില്ല, കോമഡി ഒക്കെ ഇല്ലേ അങ്ങനെ. പിന്നെ അങ്ങ് ചെയ്തു പോകുന്നു, ആ ഫ്ലോയിൽ അങ്ങ് പോകുന്നു, അത്രേ ഉള്ളൂ. വിചാരിക്കാത്ത ചില സാധനങ്ങൾ കൊണ്ട് കയറി ചിലപ്പം ക്ലിക്ക് വിചാരിക്കുന്നത് കയറിയില്ല. എഡിറ്റ് ചെയ്യുന്ന ആരാണ്? നിതിനാണ്. മൊബൈലിൽ തന്നെയാണ്. മൊബൈലിൽ തന്നെ വീഡിയോ എടുക്കുന്നത് ക്യാമറയാണോ അതോ മൊബൈലിൽ തന്നെ. അതേതാ മൊബൈല്? വിവോയിലാണ് എടുക്കണേ, X200 Pro. നല്ല തന്നെയാണ് ഇത്രയും ഷൂട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഐഫോണിൽ ഇടയ്ക്ക് എടുക്കും. തുടക്കകാലത്തൊക്കെ ഐഫോൺ ആയിരുന്നു അല്ലേ? കോളേജിൽ ഇപ്പൊ എങ്ങനെയുണ്ട് ആൾക്കാരുടെയൊക്കെ അക്സെപ്റ്റൻസ് ഒക്കെ കൂടെ ഉള്ളവരൊക്കെ? ആര് കോളേജിൽ പോണേ? കോളേജ് ഏത് കോളേജ് പുള്ളി? അപ്പൊ നേരത്തെ പറഞ്ഞ PG കോളേജ് ഇല്ല എടാ, നീ നേരത്തെ പറഞ്ഞില്ലേ PG പഠിക്കുന്ന കോളേജ്? അല്ലെ, കോളേജിൽ പോകുമ്പോൾ അറിയുന്നുണ്ട് കുട്ടികളൊക്കെ. പാൻ ഇന്ത്യൻ ബ്രാഞ്ച് ഇപ്പോൾ 7 ലക്ഷത്തി സംതിങ് ആയിട്ട് വളർന്നു കഴിഞ്ഞു. ഇപ്പോൾ നിതിൻ്റെ ജീവിതത്തിൽ വന്നിട്ടുള്ള മാറ്റം. നേരത്തെയൊക്കെ നമുക്ക് വിളിക്കാത്ത കല്യാണത്തിനൊക്കെ പോയി ഉണ്ണായിരുന്നു, ഈ ബിരിയാണിയൊക്കെ കഴിക്കായിരുന്നു. ഇപ്പൊ നമ്മള് ഇങ്ങനെ പോകുമ്പം മറ്റേ മുസ്ലിം കല്യാണത്തിന്റെ കാണുക, വണ്ടി ഒന്ന് ചവിട്ട് എന്നിട്ട് പൂക്കളെ. അത് കറക്റ്റാണ് കേട്ടോ അവൻ പറഞ്ഞത്. സത്യമായ കാര്യമാണ്, പക്ക കാര്യം. നമുക്ക് അറക്കി ഒന്ന് എന്നിട്ട് അങ്ങ് പോകും. എത്ര കല്യാണം അല്ലേ? കല്യാണം നിങ്ങൾക്ക് അതൊരു വിഷമമായി പോയി. ഇപ്പം ഞാൻ പേരൊക്കെ മാറ്റി കയറൂടാ. പണ്ട് വെഞ്ഞാറമൂട് സുഹാസ് ഓഡിറ്റോറിയം കല്യാണം വേണ്ട, അങ്ങനെ ഒറിജിനലായിട്ട് കയറുമല്ലേ? ബന്ധുവായിട്ട് കയറുമോ? വ്യാജനായിട്ട്. വ്യാജ ക്യാരക്ടർ. ഇപ്പൊ നിങ്ങൾ മുനീറെ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഇടുന്നു. ആ ഗുണ്ട പേരെന്തായിരുന്നു? ഗുണ്ടയുടെ ഐശ്വർ ജ്യോതി. ഐശ്വർ ജ്യോതി. ഈശ്വർ ജ്യോതി. ഐശ്വർ എന്നാണ് ഈശ്വർ എന്നാണ് പറയണത്. എനിക്ക് അറിഞ്ഞൂടാ. കേട്ടിട്ടുള്ളത്. അപ്പൊ അങ്ങനെ പേരൊക്കെ ഇടുമ്പോൾ നമ്മൾ ഒരു പേരിട്ട് അങ്ങ് കയറാണ്. പക്ഷെ ഇപ്പൊ അത് പറ്റില്ല. അതാ പറഞ്ഞേ. ഓ, ഇപ്പൊ കയറണായിരിക്കും നിങ്ങൾ പറയുന്നത്. ഇപ്പൊ പറ്റൂല, അതല്ലേ? ഇപ്പൊ പറ്റില്ല. അത് തന്നെ അങ്ങനത്തെ കുറെ മാറ്റങ്ങളുണ്ട്. അത് വലിയൊരു ബുദ്ധിമുട്ടായി പോയി. ഭയങ്കര വിഷമമാണ് അത്. ഒരുപാട് മട്ടൻ ബിരിയാണി അങ്ങനെ വിളിക്കാതെ കല്യാണത്തിനൊക്കെ പോയിട്ടുണ്ടോ? കോളേജ് തൊട്ടേ പോകും, ഇഷ്ടം പോലെ. ഞാൻ അങ്ങനെ, എനിക്ക് അങ്ങനെയൊന്നുമില്ല. ഞാൻ പോവുക, ആരെയും ശല്യപ്പെടുത്തൂല. ഒറ്റയ്ക്ക് ഞാൻ ഗ്രൂപ്പായിട്ടൊന്നും പോകില്ല. ഒറ്റയ്ക്ക് പോവുക, ഇരുന്ന് കഴിക്കുക, ഇറങ്ങിപ്പോ. ഫോട്ടോഗ്രാഫർ അല്ലേ, അപ്പൊ എവിടെ പോയാലും, ഏത് കേരളത്തിൽ എവിടെ പോയാലും നമുക്കറിയാന്നുള്ള ഫോട്ടോഗ്രാഫർ കാണും എന്തായാലും. അപ്പം കയറി കഴിക്കുക, ഇറങ്ങി പോവുക. ഷെഫ് ഇങ്ങനെ സ്വന്തമായിട്ട് ജോലിയുടെ ഇടയിൽ ഈ ആൾക്കാരൊക്കെ ഭയങ്കരമായിട്ട് തിരിച്ചറിഞ്ഞ് അങ്ങനെ വരുന്ന ഒരു മൊമെന്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇഷ്ടം പോലെ. ലുലുല് വർക്ക് ചെയ്തോണ്ടിരിക്കുമ്പോ ക്ലാസിന്റെ അവിടെ നിന്ന് കൈയൊക്കെ എടുത്ത് ഒരു ഗ്ലാസ് പെട്ടിനകത്തുനിന്ന് പുള്ളി വർക്ക് ലൈവ് കിച്ചണാണ്. അപ്പം കേക്ക് അടിക്കുന്ന സമയത്ത് വെളിയിൽ നിന്നൊക്കെ കൈ ഇടിയും, പോയി സെൽഫി എടുക്കും, വീണ്ടും തിരിച്ചു വരും. ചേട്ടൻ ഒരു ഫോട്ടോഗ്രാഫറാണ്, നിങ്ങൾ ഷെഫാണ്, നിങ്ങൾ PG ഏതാണ് പഠിച്ചോണ്ടിരുന്നത്? മലയാളം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ബിടെക്, നിങ്ങളും ബിടെക്. നമ്മളാരും നമ്മുടെ പ്രൊഫഷന് പിന്നാലെ പോണ ആൾക്കാരല്ല, പാഷന് പിന്നാലെ പോണ ആൾക്കാരാണ്. അപ്പൊ ഇതുപോലെ പാഷന് പിന്നാലെ പോകാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരോടൊക്കെ എന്താണ് പറയാനുള്ളത്? വേറെ ഒന്നുമില്ല, അതായത് നമ്മുടെ മനസ്സിൽ ചില ആഗ്രഹങ്ങൾ കാണും. ആ ആഗ്രഹങ്ങളെ എപ്പോഴൊക്കെ നിറവേറ്റാൻ പറ്റുമോ അത് നമുക്ക് എവിടെയെങ്കിലും ഒരു പോയിന്റ് കിട്ടുമ്പോൾ അതിലങ്ങ് പിടിച്ചങ്ങ് പോകണം. പിന്നെ ഈ ജോലി എന്ന് പറയുന്നത് രണ്ടാമതൊരു, ഇപ്പൊ എനിക്ക് ഇപ്പൊ സിനിമയാണ് ആഗ്രഹം. പക്ഷെ സിനിമ എന്താവും എങ്ങനെയാവും എന്നൊന്നും നമുക്കറിയാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് സേഫായിട്ടൊരു ജോലി എന്ന് മാത്രം. പക്ഷെ നമ്മൾ എപ്പോഴും ആഗ്രഹം സിനിമ തന്നെ ആയിരിക്കണം. എൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. മിനിമം ഒരു ക്വാളിഫിക്കേഷൻ ഒക്കെ വേണം. ഒരു ചെറിയൊരു ക്വാളിഫിക്കേഷൻ പഠിച്ചു കഴിഞ്ഞിട്ടൊക്കെ ഇറങ്ങണയാണ് നല്ലത്. പഠിത്തമൊക്കെ മസ്റ്റായിട്ട് വേണം. കാര്യം സിനിമയാണ്, നമ്മുടെ കാര്യമായാലും ആരെ കാര്യമായാലും ഇതിൽ നിൽക്കോ ഇല്ലേ ഉറപ്പില്ല, ഒന്നും ഉറപ്പൊന്നുമില്ല. ഒരെണ്ണം കിട്ടിയാലും അടുത്ത കിട്ടണമെന്നില്ല. പിന്നെ തീർച്ചയായിട്ടും ഇതൊക്കെ ഒരു ആൾക്കാർ അക്സെപ്റ്റൻസ്, പിന്നെ നമ്മളെ ഭാഗ്യം. സിനിമ ഭാഗ്യമാണ്. ഇതിൽ പൊട്ടിക്കരഞ്ഞ നിമിഷമല്ല ഉണ്ടായിട്ടുണ്ടോ ജീവിതത്തിൽ? ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ടില്ലല്ലോ? ഒരിക്കലുമില്ല. അല്ല ചേട്ടാ, അങ്ങനെ ഞാൻ പറയട്ടെ, നമ്മളിപ്പം സിനിമ വന്നു എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് സന്തോഷിച്ചാലല്ലേ നമ്മൾ പോകുമ്പോൾ വിഷമിച്ചു. അതിരടി കിട്ടിയപ്പോൾ ഭയങ്കരമായിട്ട് ഹാപ്പി അല്ല. ശരി, ഞാനൊരു കാര്യം പറയാം. അതിരടി ഓക്കെ, ന്യൂട്രാണ് ആക്ച്വലി. കുറച്ച് അങ്ങനെ ഭയങ്കര എന്തോ എന്റെ ക്യാരക്ടർ അങ്ങനെ ആയതുകൊണ്ടായിരിക്കും. അങ്ങനെ ആവണോ? അങ്ങനെ ആയിരിക്കണം. എന്റെ കാര്യമാണ് ഞാൻ പറയണേ. സത്യം പറഞ്ഞാൽ നമ്മൾ സന്തോഷിക്കാൻ പറ്റുമെങ്കിൽ സന്തോഷിക്കുക. സന്തോഷം ഇല്ല എന്നല്ല ഞാൻ പറയണേ. എനിക്ക് അങ്ങോട്ട് എന്തോ ഉള്ളു തുറന്ന് അങ്ങോട്ട് ഭയങ്കരമായിട്ട് ഒരു ഇത് വന്നില്ല.
കാര്യം അച്ഛന് സുഖമില്ലാതിരിക്കുന്ന സമയമായിരുന്നു. അതിനിടയിലെ ഷൂട്ട് ജോയിൻ ചെയ്ത് ആ സെറ്റിൽ വെച്ചായിരുന്നു അച്ഛൻ മരിച്ചു പോണ ആ സമയമായിരുന്നു. ഒരു മാസം വെന്റിലേറ്ററിലുമായിരുന്നു. എനിക്ക് തോന്നുന്നു ആ അച്ഛൻ വെന്റിലേറ്ററിൽ കിട്ടുന്ന സമയത്താണ് എനിക്ക് ഷൂട്ട് പറഞ്ഞത്. അതുകൊണ്ടായിരിക്കും എനിക്ക് വലിയൊരു അങ്ങനെ പ്രത്യേകിച്ച്. ധ്യാനൊക്കെ നിങ്ങളെ പറ്റിയിട്ടൊക്കെ എങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു? ധ്യാൻ ചേട്ടൻ്റെ കൂടെ ഒരു പടം ചെയ്തായിരുന്നു. ധ്യാനൊക്കെ ഇന്റർവ്യൂവിൽ വന്ന് നിങ്ങളെ പറ്റിയിട്ടൊക്കെ പറയുന്നത് ഭയങ്കര സന്തോഷം തോന്നിയ കേട്ടപ്പോ. അല്ല, അത് സത്യമായ പുള്ളിയോടൊപ്പം ഞാൻ ഒരു സിനിമ ചെയ്തായിരുന്നു. പുള്ളി ഇന്റർവ്യൂ കഴിഞ്ഞ ആഴ്ച എന്തല്ലേ പറഞ്ഞേ. അപ്പം സിനിമ ചെയ്തപ്പോൾ അവിടെ എത്തിയപ്പോഴത്തേക്കും പുള്ളി അങ്ങനെ അധികം പുള്ളിയുടെ അച്ഛൻ മരിച്ചിട്ട് 2 മാസം എന്തോ ആയുള്ളൂ ആ സമയത്ത്. അപ്പോൾ എൻ്റെ അച്ഛൻ മരിച്ചിട്ട് 3 മാസം ആയുള്ളൂ. പുള്ളിയുടെ അച്ഛൻ മരിച്ചിട്ട് 2 മാസം. അപ്പം നമുക്കറിയാം. അപ്പം പുള്ളി അധികം ക്രൂവിനോടോ അധികം ആരോടൊന്നും മിണ്ടണമെന്നില്ല. കുറച്ച് സൈലൻ്റ് ആയിരുന്നു. സാധാരണ ഇൻ്റർവ്യൂവിൽ കാണുന്ന പോലെ അല്ല. അപ്പം ഞാനും അധികം അങ്ങോട്ട് ഒന്നും മിണ്ടാൻ പോയില്ല. ജസ്റ്റ് ഒന്ന് പോയി കണ്ടു, ചേട്ടാന്ന് പറഞ്ഞ് ഷേക്കൻ്റെ കൊടുത്തു. അങ്ങനെ കമ്പനിയും കൂടാനായിട്ട് പോയില്ല. കാര്യം എനിക്ക് മനസ്സിലായി, നമുക്കറിയാമല്ലോ അവർ ട്രോമയിൽ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പോയി ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ അധികം എൻ്റെ പേര് പോലും ചോദിച്ചില്ലാന്ന് തോന്നുന്നു പുള്ളി. ഞാൻ വിചാരിച്ചു എന്നെ അറിഞ്ഞൂടായിരിക്കും എന്ന് വിചാരിച്ചു. എല്ലാം ഷൂട്ടൊക്കെ കഴിഞ്ഞു. ഷൂട്ട് പാക്കപ്പ് ഷേക്കൻ്റെ ഒക്കെ തന്നു. ചേട്ടൻ അങ്ങ് പോയി. ഇത് കഴിഞ്ഞ് 2-3 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് ഈ ഇൻ്റർവ്യൂവിൽ എൻ്റെ പേര് പറഞ്ഞത്. പുള്ളി പറയണു പാൻ ഇന്ത്യൻ പുള്ളി അങ്ങനെ എന്തോ പറഞ്ഞില്ലേ എന്നതിനോട് അഭിനയിച്ചു എന്ന് പറയാം. ഞാൻ ഞെട്ടിപ്പോയി. അപ്പോൾ എൻ്റെ പേരറിയായിരുന്നു എന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പോൾ അല്ല, ഒരു കണക്കിൽ ആ സമയത്ത് ഞാൻ പോയി മിണ്ടാതിരുന്ന തന്നെയാണ് നല്ലതെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. ഇതിന്റെ ക്യാരക്ടർ ഇങ്ങനെയാണല്ലേ, ആരും ഒന്നും ഡിസ്റ്റർബ് ചെയ്യണ്ട, അതിങ്ങനെ ഒന്ന് പോവാന്ന്. ഞാൻ ഡിസ്റ്റർബ് ചെയ്യണല്ല, നമുക്ക് കുറച്ച്. അഖിൽ ജി പി അപ്പം സിനിമയിലൊന്നും വിളിച്ചിട്ടില്ല? അഖിൽ ജി പി ഇതിന്റെ മെയിൻ ഒരു വ്യക്തിയല്ലേ? ഞാനും പൈനാപ്പിൾ ജ്യൂസ് എടുക്കാൻ പിടിച്ചതാ. ഞാനും ജ്യൂസ് എടുക്കാൻ പോയി. സംസാരിക്കുന്നില്ല അഖിൽ ജി പി? ഓക്കെ. അല്ല, അഖിൽ ജി പി വിളിച്ച് അവൻ കാനഡയിലല്ലേ ഇപ്പൊ, അപ്പം ചെയ്യാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞ അഖിൽ ജി പി സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമുള്ള ഒരു വ്യക്തി. ആഗ്രഹമുണ്ട്. കാനഡയിലെ ജോലി സിനിമയിൽ വിളിച്ചിട്ടുണ്ട്. പക്ഷെ കാനഡയിലായോണ്ട് ഇപ്പം അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യുമല്ലോ, നമ്മൾ പടം ചെയ്യുമല്ലോ. അപ്പൊ എന്തായാലും അവൻ വരും. അപ്പൊ കാണും. അണ്ണാ, ഈ ഫേസ്ബുക്കിലെ ഓഡിയൻസ് ഒക്കെ എങ്ങനെയുണ്ട്? ഫേസ്ബുക്കിലെ ഓഡിയൻസ് കൂടുതൽ നമുക്ക് പള്ളു കിട്ടാൻ സാധ്യത ഫേസ്ബുക്കിൽ നിന്നാണ്. ഏറ്റവും കൂടുതൽ പള്ളു കിട്ടുന്നത് ഫേസ്ബുക്കിൽ നിന്നായിരിക്കും. നല്ല ഓഡിയൻസും ഉണ്ട്. എന്നാൽ ഈ ഫേക്കിനാണ് കൂടുതലേറെ പള്ളു വിളിക്കുന്നത്. ഫേക്ക് അക്കൗണ്ട്സിൽ നിന്ന് പള്ളു വിളിച്ചളായി. എനിക്ക് തന്നെ 3 ഫേക്ക് അക്കൗണ്ട് ഉണ്ട്. ഈ ഹാഷിർ അവരുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ, ഹാഷിർ അലനയം അവരുടെ ടീമിൽ ഒരാളും കൂടെ ഉണ്ട്. അവനുണ്ടായെങ്കിൽ ചിലപ്പോൾ അവനെയും സിനിമയിൽ എടുത്തതിനെ റീൽ ഇഷ്ടം പോലെ വരുന്നുണ്ട്. പോസ്റ്റ് കണ്ടു. നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ മറക്കാൻ പറ്റാത്ത ഒരു ഫ്രണ്ട്, എനിക്ക് ഒരിക്കലും അവനെ ഒഴിച്ചു മാറ്റാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു സുഹൃത്തുണ്ടെങ്കിൽ അത് ആരായിരിക്കും? അങ്ങനെ ഇപ്പോ നിതിന് പറയാനുള്ള ഒരു സുഹൃത്ത്? അഖിൽ ജി പി തന്നെ. പിന്നെ ഇത് പുള്ളിയുടെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വേണ്ട വിഷയമാക്കും. അതിലാണ് പ്രശ്നം. ഓക്കെ. കാനഡ ഇരിക്കുന്ന ആളിനെ പോലും വെറുതെ വിടണ്ട. പറഞ്ഞു. ഫോട്ടോയും കൂടെ വേണമെങ്കിൽ കാണിച്ചു കൊടുക്കണം. നമുക്കറിയാം, കാണിച്ചു. ജോമോൻ ജോതന്റെ ഒക്കെ ഉറ്റ സുഹൃത്ത്. നിങ്ങളിപ്പോ ഒരു സിനിമ എടുക്കുകയാണെങ്കിൽ, ഇപ്പൊ ഞാൻ ചോദിക്കുകയാണ്, ഒരു സിനിമ എടുക്കാൻ ഇപ്പൊ പ്ലാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ ഡയറക്ഷൻ നോക്കണം, നിങ്ങൾ ഓഡിഷൻ വെക്കോ? എങ്ങനെയായിരിക്കും? അതോ കണ്ടന്റ് ക്രിയേഷൻ നോക്കിയിട്ടായിരിക്കും? ഒരിക്കലും ഇല്ല, മസ്റ്റായിട്ട് ഓഡിഷൻ വെക്കും. ഓഡിഷൻ വേണം. ശരി, ഓഡിഷൻ വേണം. പിന്നെ ഓഡിഷൻ വെച്ച് അല്ലാതെ കാസ്റ്റ് ചെയ്യുന്നവരും ഉണ്ട്. അല്ല, ഇപ്പൊ ക്യാരക്ടർ ഇപ്പൊ മനസ്സിൽ പെട്ടെന്ന് തോന്നി എഴുതി ഒരു ഇവൻ ചെയ്താൽ കൊള്ളാമല്ലോ. ഇപ്പൊ ഞാൻ ഒരു ഡയറക്ടർ ആണെങ്കിൽ നിതിന് ഓഡിഷൻ വെക്കേണ്ട ആവശ്യമില്ല, നിതിൻ ആപ്റ്റ് ആണ് എന്ന് പറയുന്ന സാധനം അങ്ങനെ എഴുതും. ബാക്കിയുള്ള ക്യാരക്ടർ മസ്റ്റായിട്ട് ഓഡിഷൻ വെച്ച് തന്നെ എടുക്കുള്ളൂ. ഓഡിഷൻ വെച്ച് ആക്ടിങ് വർക്ക്ഷോപ്പും വെച്ചിട്ട് ഇതിലോട്ട് ഷൂട്ട്. അതിപ്പോ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളായാലും അഭിനയിപ്പിച്ച് നോക്കിക്കോ, അത്രേ ഉള്ളൂ. ആ ക്യാരക്ടർ പറഞ്ഞ് ചെയ്യിപ്പിച്ച്, ഞാനാണെങ്കിൽ തന്നെ എനിക്കത് ചേരുമെന്ന് നമ്മൾ തന്നെ അഭിനയിച്ച് നോക്കി കാര്യങ്ങളെല്ലാം നോക്കിയിട്ടേ അത്രയും പ്രൊഫഷണലി മാത്രമേ അത് മൂവ് ചെയ്യുള്ളൂ. ശരത്ത്, ഇപ്പൊ നിതിന് ചെയ്യാൻ പറ്റുന്ന റോളുകൾ ഏതായിരിക്കും? ശരത്ത് ഇപ്പൊ കുറെ വർഷങ്ങളായിട്ട് കാണുന്നത്, നിതിന് ചെയ്യാൻ പറ്റുന്ന ആപ്റ്റ് ആയിട്ടുള്ള റോളുകൾ ഏതൊക്കെ ആയിരിക്കും? പെട്ടെന്ന് പറയാൻ തോന്നുന്ന ക്യാരക്ടേഴ്സ് എങ്ങനെയാണ്? പുള്ളിക്ക് നമ്മുടെ നാട്ടുപ്രദേശത്തെ ഒരു ചേട്ടൻ, നമ്മളെ ഈശ്വർ ജ്യോതിയില്ലേ, നാടൻ വില്ലനിസം. പുള്ളിക്ക് വില്ലനിസം ഭയങ്കര ഇഷ്ടമാണ്. അപ്പം പുള്ളിക്ക് അത് ചെയ്യാൻ ഭയങ്കര താല്പര്യം. എനിക്ക് ഒരു തമിഴ്നാട് സ്റ്റൈൽ വില്ലനൊക്കെ ഇല്ലേ, അതൊക്കെ പുള്ളിക്ക് ഭയങ്കര. എപ്പോഴാണ് നിതിനോട് ഭയങ്കരമായിട്ട്, നിങ്ങൾ നല്ല കൂട്ടുകാരാണ്, ദേഷ്യം ഭയങ്കരമായിട്ട് തോന്നുന്ന ഒരു മൊമെന്റ് എന്താണ്? ദേഷ്യം കൂടും. നമ്മളിപ്പം റീടേക്ക് പറയില്ലേ, റീടേക്ക് പറയുമ്പോൾ ദേഷ്യം. ഉറപ്പുണ്ട് അത് പക്ക. അത് എനിക്ക് പിന്നെ ഔട്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും പുള്ളി പറഞ്ഞതിന്റെ ഒരു ഇത് അത് കറക്റ്റ് ആണെന്ന് പറയാൻ മനസ്സിലാവും. നമ്മൾ ഇങ്ങനെ ചെയ്ത് ശരിയായില്ലേ, നമ്മുടെ മനസ്സിലതായിരിക്കും. പക്ഷെ പുള്ളിക്ക് അത് ആപ്റ്റ് അല്ല, പുള്ളി പറയണത്
ശരിയായിരിക്കും. അത് പക്ഷെ അത് ഔട്ട് വരുമ്പോ പിന്നെ മനസ്സിലാവും. ഔട്ട് മനസ്സിലാവാൻ പറ്റും. പുള്ളി പറഞ്ഞാണ് കറക്റ്റ്. നമുക്ക് ആ ഒരു കറക്റ്റ് മീറ്റർ ശരിയാണ്, ഇതൊക്കെ പറഞ്ഞ് ശരിയാണ്. എന്താണ് പുള്ളി പറഞ്ഞില്ലേ ഭയങ്കരമായിട്ട് ദേഷ്യം പെട്ടെന്ന് ഇരിക്കാൻ? അല്ല, പുള്ളി ഷൂട്ട് തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ എന്നോട് ദേഷ്യം കാണിക്കാറില്ല. ഇല്ല, പൊതുവെ ഇല്ലില്ല. അല്ലാത്ത സമയം കാണിക്കും, ചുമ്മാ പാടാനും ആലോചിക്കുന്നു പറയും അല്ല പറഞ്ഞ. ഷൂട്ട് തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഡിഫറൻ്റാണ്. പിന്നെ ഇപ്പം ശരത്തേട്ടന് ക്യാരക്ടർ കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ എന്ത് ക്യാരക്ടർ കൊടുക്കും? ശരത്തിന് സിനിമ അല്ല, സിനിമയിലെ എൻ്റെ ഒരു വ്യൂവിൽ അവൻ മിക്കതും ചേരുന്ന ഒരു ക്യാരക്ടറാണ്. ചേരുന്ന മാത്രമല്ല, അങ്ങനെയല്ല, അതിൻ്റെ ലുക്ക് വൈസ് അല്ല, പുള്ളി ഒരു ക്യാരക്ടറായ അതാവും. മനസ്സിലായില്ലേ? ഒരു ക്യാരക്ടർ ആവാൻ പറഞ്ഞ് ഞാനത് കുറച്ച് കോച്ചിങ് കൊടുത്ത് നമ്മളതൊന്ന് ഓതി വിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി അത് ഇങ്ങനെയല്ലേ ആ മാനറസം ഓട്ടോമാറ്റിക്കലി വരും. അതിനുള്ളൊരു ഭയങ്കരമായിട്ട് അഡാപ്റ്റ് ചെയ്യും പുള്ളി. ഒബ്സർവേഷനും ഉണ്ട് ആ ഒരു സാധനം. ശരത്ത്, നിതിന്, ഈ ടീമിൽ നിങ്ങൾ അഖിൽ GP ഇവരെയൊക്കെ നോക്കുമ്പോൾ ക്യാരക്ടർ വൈസ് പെട്ടെന്ന് ഉൾക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിൽ ഇതിൽ ആരായിരിക്കും? നിതിൻ ചേട്ടൻ ആണോ? ഐശ്വർ ജ്യോതിയിൽ ഒരു കൂള് വയ്ക്കുന്ന ഒരു സീനുണ്ട്. ആദ്യമായിട്ടാണ് ഗോകുലിന്റെ ചെയ്യുമല്ലേ അത്? നിതിന് ഏതെങ്കിലും ഒരു ക്യാരക്ടർ ദിവസങ്ങൾ വേണ്ടി വന്നു? അതായത് ഇങ്ങനെ പഠിച്ചെടുക്കാൻ അങ്ങനത്തെ ഒന്നുമില്ല എന്നാ അപ്പോഴല്ലേ ക്യാരക്ടർ നമ്മൾ ഇതാവണേ, ഡെവലപ്പ് ചെയ്യണം. ഐശ്വർ ജ്യോതി പറഞ്ഞ സമയത്താണ് അതൊന്നും ചെയ്യാനില്ലായിരുന്നു. അത് ഇലയും കണ്ടെടുത്ത് വെച്ചിരുന്നു. ചേട്ടൻ ഒന്നും ചെയ്യാനില്ലായിരുന്നു. അപ്പോഴാണ് നമ്മൾ അഖിൽ GP ചേട്ടൻ പറഞ്ഞാണ് നീ എന്തായാലും അങ്ങനത്തെ ഒരു സാധനം ചെയ്ത് നോക്ക്. എന്നിട്ട് അവിടെ തറയിൽ കിടന്നൊരു പേപ്പറാ ചുരുട്ടി വെച്ചത്. അതിന്റെ സെക്കൻഡ് പാർട്ട് ഞാൻ കൂളൊന്നും വെക്കൂല. അതിന്റെ സെക്കൻഡ് പാർട്ട് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചത് ജ്യോതിയ മക്കു എടുത്തിട്ട് സെറ്റ് ആക്കി വിടുന്നത്. അതില് ഇതുപോലെ ഈ പുള്ളിയുടെ വാക്കും കേട്ടേ, മറ്റേ വലിയേഷൻ ചെയ്യുമാറിന്റെ കണ്ണുണ്ടല്ലോ, അതില് മുറുക്കാൻ ചവയ്ക്കണ തുടക്കത്തൊട്ടേ ഞാൻ മുറുക്കാൻ ചവയ്ക്കണേണ്. അപ്പം ഈ മുറുക്കാൻ ചവയ്ക്കുമ്പം ഞാൻ ഇതുവരെ മുറുക്കാൻ ചവച്ചിട്ടില്ല. അപ്പം വെറ്റില, ചുണ്ണാമ്പല്ലേ, ചുണ്ണാമ്പ് ഇതെല്ലാം ചേർത്തിട്ടാണ് നമ്മൾ ചുമപ്പ്. അപ്പം എനിക്ക് ആ ഒരു മീറ്റർ വേണമെന്ന് ഞാൻ പറഞ്ഞു. കാര്യം ഒരു സ്ഥിരം പാറ്റേൺ, എന്തെങ്കിലും ഒരു പാറ്റേൺ കൊണ്ടുവരും. അങ്ങനെ ഇവനോട് പറഞ്ഞ് ഇവൻ പോയി ചുണ്ണാമ്പൊക്കെ വാങ്ങിച്ചുകൊണ്ട് ഇവനാണ് എനിക്ക് പെരട്ടി തരാം. അപ്പം ഞാൻ ചോദിച്ചാ ഇത് പൊള്ളൂന്ന് പറഞ്ഞ് GP പറഞ്ഞിടാ ഒരുപാട് ഉപയോഗിക്കേണ്ടപ്പോൾ അണ്ണാ അങ്ങനെയൊന്നുമില്ല അണ്ണാ, ഇത് ഞാൻ ചവയ്ക്കണല്ലേ, സീരിയസ് ചവയ്ക്കണല്ലേ കുഴപ്പം. അപ്പം ഞാൻ എന്ത് ചെയ്ത് ഇവനോടുള്ള വിശ്വാസത്തിൽ ഞാൻ എടുത്ത് ചവച്ച് ഷൂട്ടെല്ലാം കഴിഞ്ഞ് 7 ദിവസം എൻ്റെ അണ്ണാക്ക് പുള്ളി ഇരുന്ന് 7 ദിവസം. ഇവിടെ ഈ പുള്ളിക്ക് മുറുക്കാൻ ചവയ്ക്കുന്നുണ്ടായിരുന്നു. പുള്ളി 7 ദിവസം സംസാരിക്കാതിരുന്നു. പുള്ളി രണ്ടാക്കും പുള്ളി ഒറിജിനലായിട്ട് നടന്ന സംഭവം അറിയാന്ന് പറഞ്ഞ് കൊണ്ട് പെടുത്തു. കാര്യവട്ടം മെനങ്ങിയാന്ന് കാറും കൊണ്ട് രാത്രി ഷൂട്ട് ചെയ്യാൻ ലൊക്കേഷൻ ഇല്ല. പറയട്ടെ അങ്ങനെ കാര്യവട്ടം ഇവൻ പറഞ്ഞ് കാര്യവട്ടം ക്യാമ്പസിൽ കയറാണ് യൂണിവേഴ്സിറ്റി, അവിടെ കയറാണോ? ഞാൻ പറഞ്ഞിട്ട് അവിടെ കയറിയ സെക്യൂരിറ്റി പ്രശ്നമല്ലേ. എന്തൊരു പ്രശ്നം, നമ്മൾ ഷൂട്ട് ചെയ്യാൻ മതി പറഞ്ഞാൽ മതി. ശരി, കൊണ്ട് കയറിയപ്പോ 7 സെക്യൂരിറ്റി വളഞ്ഞ് എന്ത് അവനില്ല ഷൂട്ട് ചെയ്യാ. ഗോകുലെ പറയടാ ഷൂട്ട് ചെയ്യാ, ഇല്ല ഇറങ്ങും. അതുപോലെ റിവേഴ്സ് ഇറക്കി. ശരത്തിന് ഇതേപോലെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യാറുണ്ടോ വേറെ? ഇങ്ങനെ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുമ്പോ ഇടയില് ചൊറി കിട്ടുന്നുണ്ട്. ഒരു കണ്ടല്ലേ അത് നമ്മൾ കണ്ടന്റാക്കി എടുത്തു. അത് നമ്മൾ കണ്ടന്റാക്കി എടുത്തിട്ട് ഒരു വെള്ളം അടിച്ചോണ്ട് മാമന്മാര് ചൊറി. നമ്മൾ ചെറുപ്പമെന്ന് വിചാരിക്കും. അത് നമ്മൾ ഇങ്ങനെ കണ്ടിരുന്ന അവർക്ക് ജിമ്മ അവിടെ നിന്ന് കണ്ടോണ്ടിരിക്കാൻ ഒരു ഇതായിരിക്കും. ചുമ്മാ ചൊറി അവിടെ നിന്ന് വണ്ടി അങ്ങോട്ട് മാറ്റിയിട്, നമ്മളൊന്നും പറഞ്ഞു. നമ്മളെ കാര്യം ചേട്ടാ, നമ്മള് ആദ്യമായിട്ടാണ് ഇവിടെ പറഞ്ഞത്. നമ്മളിങ്ങനെ നിങ്ങൾ ആദ്യമായിട്ടൊന്നും അല്ല, നിങ്ങൾ മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ കുറെ പ്രശ്നം ഉണ്ടാക്കി. പിന്നെ നമ്മൾ അടിക്കാൻ ആ ഒരു മെത്തേഡായി. അവർ പോലീസിൽ വിളിച്ചപ്പോൾ പിന്നെ പയ്യത്താണത്. നമ്മളെല്ലാം അവിടെ പ്രശ്നം പറഞ്ഞു നിർത്തുമ്പോൾ പോലീസ് വിളിക്കുന്നത് സ്ഥലം എവിടെയാണ്, നമ്മളിവിടെ എത്തി, എവിടെയാണ് സാറേ പറഞ്ഞു തീർത്തു സാറേ. ശരി. കേരള പോലീസും എല്ലാം കണ്ടന്റ് ചെയ്യാൻ വേണ്ടി വിളിച്ചിരുന്നു. കേരള പോലീസ് ഒരുപാട് കണ്ടന്റ്സ് വിളിച്ച് അവര് ഗസ്റ്റ് ആയിട്ടൊക്കെ ഇപ്പൊ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ. മറ്റേ കമ്മീഷണർ ഒരു പരിപാടി ഉണ്ട്, അവരുടെ കുടുംബസംഗമം എന്തോ കേരള പോലീസ് അസോസിയേഷന്റെ സംഗമം എന്തോ, പിന്നെ മറ്റേ വുമൻസ് പോലീസ് ബറ്റാലിയൻ വിളിച്ചു. അത് നമുക്ക് പോകാൻ പറ്റില്ല, നമുക്ക് ഷൂട്ട് ഉണ്ടായിരുന്നു അവിടെ നിന്ന് വിളിച്ചു. അങ്ങനെ പോലീസിന്റെ പരിപാടി ഒരുപാട് വിളിക്കുന്നുണ്ട്. അപ്പൊ ശരിയാണ്. അപ്പൊ എന്തായാലും ലോട്ട്സ് ഓഫ് കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു, നമുക്ക് അറിയേണ്ട കാര്യങ്ങളൊക്കെ അറിഞ്ഞു. ഭയങ്കര സന്തോഷമുണ്ട്. 7 ലക്ഷമായി, ഇത് 1 മില്യനായി മാറട്ടെ. നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കട്ടെ. ആവും, നിങ്ങൾ എത്തേണ്ടടുത്ത് എത്തും. കാരണം അതിന് കഴിവുള്ള ടീമാണ് എന്ന് നമ്മളോടൊപ്പം ചോദിച്ചത്. ഇത് തള്ളയല്ല. അത് നിതിനായാലും ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. അവൻ്റെ അടുത്ത് ഒരു ക്യാരക്ടർ കൊടുത്തു കഴിഞ്ഞാൽ നിതിൻ അത് പക്കയായിട്ട് ചെയ്യും. ശരത്ത്
ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്. കാരണം നമുക്ക് എന്തെങ്കിലും അഭിനയത്തിൻ്റെ ഒരു സംശയം ഉണ്ടെങ്കിൽ അവൻ പടയെന്ന് പറഞ്ഞാൽ ആ എക്സ്പ്രഷൻ ഭയങ്കരമായിട്ട് ഇടുന്ന ഒരു വ്യക്തി. ഗോകുലായാലും ഒരുപാട് ഇനി സിനിമകൾ ഗോകുലിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. എല്ലാത്തിനും നന്നായിട്ട് തിളങ്ങാൻ പറ്റട്ടെ. ഓക്കെ, അപ്പോൾ അത്ര തന്നെ പാവങ്ങളുടെ നമ്പർ 1 പോഡ്കാസ്റ്റിലെത്തി. ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ച്. എന്താ ഇതിനെ പോഡ്കാസ്റ്റ് ആദ്യത്തെ പോഡ്കാസ്റ്റ് അല്ലേ ഇത്? ആദ്യത്തേതും പറ. ഇല്ലെന്നാ ആദ്യത്തെ പോഡ്കാസ്റ്റ് നമ്മളിങ്ങനെ നിങ്ങൾ വിളിച്ചോണ്ട് വന്നേ ഉള്ളൂ. അതെ. മാഹി മച്ചാൻ ഇന്റർവ്യൂ ചെയ്തതിന് ശേഷമാണ് അതെ ഒരു ബൂസ്റ്റിംഗ് കിട്ടി നമുക്ക്. അല്ല, സീരിയസ് ആയിട്ട് നമ്മൾ അങ്ങനെ ഒരുപാട് ഇന്റർവ്യൂ ഒന്നും കൊടുക്കാറില്ല. ഒരുപാട് ഇന്റർവ്യൂസ് വിളിക്കാറുണ്ട്. അങ്ങനെ കൊടുക്കാൻ ആർക്കും താല്പര്യമില്ല. അത് തന്നെയാണല്ലേ, അങ്ങനെ ഇന്റർവ്യൂവിൽ വന്നിരിക്കാനുള്ളൊരു ഇതില്ല. മായൻ ചേട്ടൻ്റെ തന്നെയാണ് നമ്മൾ ഫസ്റ്റ് നമ്മളെങ്ങനെ ഞാൻ ശരിക്കും നിതിന്റെ കണ്ടന്റുകളൊക്കെ കാണുമായിരുന്നു. ഞാൻ നിതിനെ എന്നിട്ട് മെസ്സേജ് അയച്ചു. നിതിൻ എന്നെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു അല്ലേ? ഞാൻ പണ്ട് എനിക്ക് ഇഷ്ടമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിതിനെയും പേഴ്സണലി. നിതിൻ യദുവിന്റെ ഇവിടെ ഒക്കെ ചെയ്തോണ്ടിരുന്ന വീഡിയോ ചെയ്യുന്ന ഓന്തിന്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ട് മറന്നു പോകുന്നു. വൻ സാധനം. അപ്പൊ താങ്ക് യു ഗൈസ്. അപ്പൊ എന്തെങ്കിലും പറയണ്ട ആൾക്കാരുടെ? ഇനിയും സപ്പോർട്ട് ചെയ്യണം, കമന്റ് ഒക്കെ ഇട്ട് ഷെയർ ഒക്കെ ചെയ്ത് സ്റ്റോറി ഒക്കെ ഇട്ട് സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ സിനിമകളൊക്കെ ഇറങ്ങുവാണേലും പോയി കാണണം. മെയ് 14 അതിരടി ഇറങ്ങുന്നുണ്ട്, അതെന്തായാലും പോയി കാണണം. അത് കഴിഞ്ഞുള്ള സിനിമകളുടെയൊക്കെ ചർച്ചകൾ നടക്കുവാണ്. അടിപൊളി. ഓക്കെ ഗൈസ്.